Hello everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam channelലേക്ക് സ്വാഗതം. Yes, it's me, Larry Davis, your physics master teacher. അപ്പോൾ മക്കളെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ 2022 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ തീർച്ചയായിട്ടും ക്രിസ്മസ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും +1 സ്റ്റുഡൻസിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം അത്രത്തോളം എന്താ പറയാ ക്വസ്റ്റ്യൻസ് ഇൻസ്പയർഡ് ആയിട്ടാണ് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. കാരണം ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് അവിടെ ചേഞ്ചസ് ഉണ്ടായിരിക്കാം, അതേപോലെ തന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കാം. പക്ഷേ ഈവൻ ദോ നമുക്ക് കൂടുതൽ പോസിബിലിറ്റീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. സോ നമുക്ക് വളരെ ക്വിക്ക് ആയിട്ട്, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കുട്ടികളായിരിക്കും, ഫിസിക്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള കുട്ടികളായിരിക്കും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് ക്വിക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക, നിങ്ങളും പേപ്പറും പെന്നും ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കാരണം എന്തുവാണെന്നുണ്ടെങ്കിൽ വൺസ് നിങ്ങൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് സ്കില്ല് കിട്ടും. ഓക്കെ, നമുക്ക് അത്ര ഈസി ആയിരിക്കില്ല ചിലപ്പം ഫിസിക്സിലെ ഇപ്പം ഡെറിവേഷൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യം അങ്ങനെ വരണമെന്നില്ല. പക്ഷെ 1-2 വർഷമൊക്കെ ഒരുപാട് ഡെറിവേഷൻസ് കൂടുതൽ ചോദിച്ചിട്ട് ഓക്കെ, ഒരുപാട് കുട്ടികൾക്ക് എക്സാം പ്രോപ്പർ ടൈമിൽ ഫിനിഷ് ചെയ്യാൻ പറ്റാതെ വന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അത്തരം സിറ്റുവേഷൻസ് ഒന്നും പാടില്ല. കാരണം ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത് നമുക്ക് സോ സ്പെഷ്യൽ ആണ്. കാരണം നമ്മുടെ വെക്കേഷൻ അടിപൊളി ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ക്രിസ്മസ് എക്സാം അടിപൊളിയായിട്ട് എഴുതിയേ പറ്റത്തുള്ളൂ. സോ അഡ്വാൻസ് ആയിട്ട് ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബോട് കൂടെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. നിങ്ങളെ കൊണ്ട് ഈ ഒരു ക്രിസ്മസ് എക്സാം ഫുൾ മാർക്ക് മേടിച്ച് ക്രിസ്മസ് വെക്കേഷൻ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങളെ കൊണ്ട് സാധിക്കും. ആൻഡ് തീർച്ചയായിട്ടും ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ മാത്രമല്ല നമ്മുടെ ചാനൽ ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് 10 മിനിറ്റിൽ 100-ലധികം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, 100+ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അലോങ് വിത്ത് ദാറ്റ് ഓക്കെ, നമ്മൾ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ആൻഡ് ഓൾസോ പ്രീവിയസ് ഇയർ എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാവോ അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യും. അത്രയും കോൺഫിഡൻസ് ലെവൽ നമുക്ക് ബൂസ്റ്റ് ആവും. കാരണം ഓൾറെഡി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ എഴുതിയ പേപ്പർ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടെന്നാണ്, എന്തൊക്കെയോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ നമ്മൾ ഫിസിക്സ് നമുക്ക് അറിയാം എന്നുള്ളൊരു റിയലൈസേഷൻ ആണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ നമ്മൾ എന്താ പറയുക, നോട്ട് ജസ്റ്റ് ക്രിസ്മസ് എക്സാം, ബോർഡ് എക്സാം, ഇംപ്രൂവ്മെന്റ് എക്സാം, ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് എന്താ പറയുക, നമ്മൾ ഒരു പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ചെയ്യും. ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് എഗെയിൻ ഓക്കെ, നിങ്ങൾക്ക് ഇതിപ്പം ഓക്കെ ഇതൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ അല്ലേ, അപ്പൊ ഇപ്രാവശ്യം ചോദിക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അല്ലേ. പക്ഷേ നമ്മൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇംപ്രൂവ്മെന്റ്, അതുപോലെ തന്നെ കേരള ബോർഡ് എക്സാം, ഇതെല്ലാം നമ്മൾ റെഫർ ചെയ്തിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതും നിങ്ങൾക്ക് വലിയൊരു എന്താ പറയുക അഡ്വാൻറ്റേജ് ആണ്. സോ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ ഈ ക്രിസ്മസ് ഓറിയന്റഡ് ആയിട്ട് ചെയ്യുന്ന എല്ലാ സെഷൻസിന്റെയും ലിങ്ക് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കാണാനായിട്ട് പറ്റും. എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ അവിടെ കൊടുത്തേക്കാം. സോ തീർച്ചയായിട്ടും നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് പറയാം കേട്ടോ. അതേപോലെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇനി കൂടുതൽ ഡിലേ ഇല്ല മക്കളെ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ കൊണ്ട് ഈ ഒരു എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുള്ളൂ. നിങ്ങളെ പോലെയുള്ള ഒരുപാട് പിള്ളേർ എഴുതിയിട്ടാണ് നല്ല മാർക്ക് വാങ്ങിച്ച് എന്താ പറയുക ടീച്ചേഴ്സിന് മുമ്പിലൊക്കെ ഗമയോടുകൂടെ ഒക്കെ ഇരുന്നിട്ടുള്ളത്. എന്റെ ഓണപരീക്ഷയുടെ മാർക്ക് അല്ലെങ്കിൽ എന്റെ ഇതിനു മുമ്പ് യൂണിറ്റ് ടെസ്റ്റിന്റെ മാർക്കൊക്കെ കുറവായിരുന്നു. പക്ഷേ ക്രിസ്മസ് എക്സാം നോക്കിക്കോ, കാരണം എനിക്ക് വെക്കേഷൻ അടിപൊളിയായിട്ട് ആഘോഷിക്കണേ. സോ യെസ് ഗൈസ്, അപ്പൊ നമ്മൾ തുടങ്ങാറുണ്ട്. സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എമംഗ് ദി ഫണ്ടമെന്റൽ ഫോഴ്സ് ഈസ് നത്തിങ് ബട്ട് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പൊ എന്തൊക്കെയാണ് വേറെ ഫണ്ടമെന്റൽ ഫോഴ്സസ്, ഏതൊക്കെയാണ് വേറെ ഫണ്ടമെന്റൽ ഫോഴ്സസ്? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നതാണ് അല്ലെ. ഫണ്ടമെന്റൽ ഫോഴ്സസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, then weak nuclear force, then strong nuclear force. These are the fundamental forces കേട്ടോ, ഫണ്ടമെന്റൽ ഫോഴ്സസ്. ആൻഡ് ഓൾസോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ക്വസ്റ്റ്യൻസ് വരുവാണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്പർ മാത്രം നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 എന്നോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 10 എന്നോ എന്താണോ നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് പറയാ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ടെലഗ്രാമിൽ വരും. ഓക്കെ, ടെലഗ്രാമിൽ ലൈവ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ സൊല്യൂഷൻ ആയിട്ടോ ഞാൻ വരുന്നതായിരിക്കും. സോ അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ
ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഈ എക്സാം പീരീഡിൽ എന്താ പറയുക ഒരുപാട് നമുക്ക് എന്താ പറയുക ചാൻസസ് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾ കമന്റ് ഇടുന്നു ആൻഡ് ഈവനിങ് ആകുമ്പോഴത്തേനോ അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിൽ തന്നെ ഞാൻ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പം തന്നെ ഞാൻ റിപ്ലൈ തരും. ഒരിക്കലും കണ്ടിട്ട് ഞാൻ അതിനൊരു ഡിലേ വരുത്തത്തില്ല. പക്ഷെ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണം, ഷോർട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയുക 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിക്കോട്ടെ. അപ്പം ഇതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻസ് നടക്കുമ്പം റെക്കോർഡിംഗിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനത് മിസ്സായി പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിരിക്കും കേട്ടോ. ആ ക്വസ്റ്റ്യൻ നമ്പർ മാത്രം ഒന്ന് മെൻഷൻ ചെയ്താൽ മതി, അതിന്റെ സൊല്യൂഷൻ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരും. ആൻഡ് ഈ ഒരു എക്സാമിന് ത്രൂ ഔട്ട് ഫിസിക്സ് എക്സാം കഴിയുന്നത് വരെയും അതിനുശേഷം ഡെഫിനറ്റ്ലി സ്ട്രോങ് ആയിട്ട് ഒരു സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന്റെ പോലെ നിങ്ങൾ അട്രാക്ട് ചെയ്ത് ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ട സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട സൊല്യൂഷൻസും കാര്യങ്ങളും ഡൗട്ട്സും ഒക്കെ ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും. ആൻഡ് ഓൾസോ മക്കളെ നമ്മൾ 19th നമ്മുടെ മാരത്തൺ ഉണ്ട് കേട്ടോ. 19th നമ്മുടെ മാരത്തൺ ഉണ്ട്. ഫിസിക്സിലെ കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്യും. ആൻഡ് നമുക്കറിയാലോടാ, നമുക്ക് ഓൾമോസ്റ്റ് 11 ചാപ്റ്റേഴ്സ് എക്സാമിനുണ്ട്. സോ 11 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ബിഗ് ഡേ ആണ്. സോ ഒരു ഒറ്റയാൾ പോരാട്ടമായിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രി വരെ നിങ്ങൾ എന്നെ തന്നെ ആയിരിക്കും കാണാൻ പോകുന്നത്. ബോർ അടിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് എന്താ പറയുക ഒരു ഫ്രഷ് എയർ ഒക്കെ കൊണ്ട് ഫാമിലിനോടൊക്കെ ഒന്ന് സംസാരിച്ച്, ആ പെണ്ണുമ്പിള്ള എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറേ നേരമായിട്ട് അലച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഫ്രസ്ട്രേഷൻ ഒക്കെ റിലീഫ് ആക്കിയിട്ട് എഗെയിൻ തിരിച്ചു വരാം. കാരണം ആ ഒരൊറ്റ ദിവസത്തെ പ്രിപ്പറേഷൻ നിങ്ങളുടെ എക്സാമിന് നല്ല രീതിയിൽ നല്ലൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ +2 സ്റ്റുഡൻസിനോട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കണ്ടിട്ടുള്ള ആരോടെങ്കിലും നിങ്ങൾ ചോദിച്ചു നോക്കുക എന്തായിരുന്നു ആ ഒരു എന്തെങ്കിലും ഗുണം ഉണ്ടായോ. ഡെഫിനറ്റ്ലി ഒരു എന്താ പറയുക ഒരു 90% ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മുടെ ലെക്ചേഴ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഷോർട്ട് ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അവർക്ക് വന്നിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി ആ ഒരു പ്രൗഡ് മൊമെന്റോട് കൂടെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തും പറയും, നിങ്ങളും തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, യെസ് വാച്ച് ചെയ്യണം കേട്ടോ. അപ്പം ഈ ഇത്രയും ഭാഗം സ്കിപ്പ് ചെയ്ത് കണ്ടവർക്ക് കാണാം കേട്ടോ. സോ യെസ്, how many significant figures there in measurement 0.0020 centimeter. സോ ഇവിടെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സീറോസ് എന്ന് പറയുന്നത് ആഫ്റ്റർ നോൺ സീറോ ഡിജിറ്റ് വാലിഡ് അല്ലെ. അത് എങ്ങനെയായിരിക്കണം, യെസ് ഒരു എന്താ പറയാ ഡെസിമലിന് ശേഷമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെന്തായിരിക്കും, വാലിഡ് ആയിരിക്കും. സോ ദീസ് 2 ആർ വാലിഡ് അല്ലെ. അതായത് ഇതെല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. ഈ 2 നമ്പേഴ്സ് ആണ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളത് കേട്ടോ. സീറോസ് ആഫ്റ്റർ a non-zero digit, okay, and second one is after decimal place, and the third one is zeros between 2 non-zero digit. ക്ലിയർ. സോ ഇതൊക്കെയാണ് നമ്മുടെ ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ സീറോസിന് നമ്മൾ സിഗ്നിഫിക്കന്റ് ആണോ എന്ന് പറയുന്നതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അതുപോലെ പവർ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കൗണ്ട് ചെയ്യത്തില്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ സിലബസിൽ ഇല്ലാത്തൊരു ക്വസ്റ്റൻ ആണ്. സോ വി ക്യാൻ സ്കിപ്പ് ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ ഈസ് എ ബോയ് ത്രോസ് എ സ്റ്റോൺ വെർട്ടിക്കലി അപ്പ്. ഓക്കെ, വെർട്ടിക്കലി അപ്പ് ആൻഡ് ഇറ്റ് ഫോൾസ് ബാക്ക് ടു ഹിസ് ഹാൻഡ്. ഓക്കെ, ഒരു മുകളിലോട്ട് എറിഞ്ഞു തിരിച്ചത് കയ്യിൽ വന്നു. ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ദി സ്റ്റോൺ. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും? അഫ്കോഴ്സ് ദാ ഇതുപോലെ ആയിരിക്കും വരുന്നത്. ആൻഡ് സ്പീഡ് ആൻഡ് ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും? സ്പീഡ് ആൻഡ് ടൈം ഗ്രാഫ് അതിന് നമുക്ക് ഡയറക്ഷൻ പറയേണ്ടതില്ല. സോ OBVSൽ എന്തായിരിക്കും നമ്മുടെ ഇത് വരുന്നത്? യെസ്, അഫ്കോഴ്സ് മുകളിലോട്ട് ഇടുന്തോറും വെലോസിറ്റി ഇങ്ങനെ കുറഞ്ഞു വന്നു, ദെൻ കൂടി വരുന്നു. സോ സ്പീഡ് ടൈം ആണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും വരുന്നത്? ബി ആയിരിക്കും ഓപ്ഷൻ വരുന്നത്. ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് വെലോസിറ്റി ടൈം ആണ്, തെറ്റിക്കരുത്. വെലോസിറ്റി ടൈം എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഇനി അടുത്തത്, an athlete projects a javelin so as to maximum horizontal range, then its horizontal velocity is greater than vertical velocity is greater than horizontal velocity, vertical and horizontal velocities are equal. so ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എന്താണ് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് അല്ലെ. മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് that is u²/g ആണ്. and we know that this is possible when theta is equal to 45 degree. okay, അപ്പം ഇനി അടുത്ത നമുക്ക് എന്താണ് വേണ്ടത്? ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ് നമുക്ക് എഴുതണം അല്ലെ. u cos തീറ്റയും അതേപോലെ u sin തീറ്റയും അല്ലെ. ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ തീറ്റയ്ക്ക് 45 ഡിഗ്രി കൊടുത്തിട്ടുണ്ടെങ്കിൽ ux is equal to uy എന്ന് വരും. ഹെൻസ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ വെലോസിറ്റീസ് ആർ ഈക്വൽ എന്ന് വരും കേട്ടോ. സിമ്പിൾ ആണ്. ക്വസ്റ്റ്യനിൽ തന്നെ ഹിന്റ് തന്നിട്ടുണ്ട്. സോ ഈ പ്രൊജക്ടൈലിൽ നിന്ന് ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മളെന്ന് എന്താ പറയാ ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാം. പക്ഷെ വളരെ ഈസി ആയിട്ട് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ പ്രോപ്പർ ആയിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ
ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലോട്ട് എന്താ വരേണ്ടത്? യെസ്, ദ ആംഗിൾ എന്താണ്? 45 ഡിഗ്രി. ഇതാണ് ആദ്യം മനസ്സിൽ വരേണ്ടത് കേട്ടോ. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം? മേ ബി നമ്മുടെ അടുത്ത് ചോദിക്കാം മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് വരുന്ന സമയത്ത് അതിന് പോകാവുന്ന മാക്സിമം ഹൈറ്റ് ഇത് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അവിടെ തീറ്റ ഓൾറെഡി അറിയാം അല്ലെ? തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി. സിമ്പിൾ ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. ഇനി അടുത്തതാണ് an object travels in the direction of its velocity. ഒരു സംശയമില്ല അല്ലെ? വെലോസിറ്റി ആണ് നമുക്ക് ഡയറക്ഷൻ തരുന്നത്. ഇനി ആക്സിലറേഷൻ ആണെങ്കിൽ എന്താണ്? ആക്സിലറേഷൻ ആണെങ്കിലോ ആക്സിലറേഷന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? യെസ്, അത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലെ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി അത് എന്താ പറയാ ഡയറക്ഷൻ അല്ല തരുന്നത്. നമുക്കറിയാം ഇപ്പം ചിലപ്പം എന്താ പറയാ ഇപ്പം ഒരു സ്റ്റോൺ നമ്മൾ മുകളിലോട്ട് ഇട്ടു, അപ്പം വെലോസിറ്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അപ്വേർഡ് ആണ്. ബട്ട് ഡെഫിനറ്റ്ലി ആക്സിലറേഷൻ എങ്ങനെയായിരിക്കും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡൗൺവേർഡ് ആയിരിക്കും. സോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ആ ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്സിലറേഷന്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ടാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. വിത്ത് എക്സാമ്പിൾ നമ്മളടുത്ത് മേ ബി പ്രൂവ് ചെയ്യാൻ പറയും. ഒരു 2 മാർക്ക് ക്വസ്റ്റൻ ആയിട്ടോ അല്ലെങ്കിൽ മേ ബി 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിക്കാം. അതായത് ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നത് വെലോസിറ്റിയുടെ ഡയറക്ഷനിലാണോ ആക്സിലറേഷന്റെ ഡയറക്ഷനിലാണോ? എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് ആൻ എക്സാമ്പിൾ. സോ നിങ്ങൾക്ക് ഇതേ എക്സാമ്പിൾ വെച്ചിട്ട് പറയും. അതായത് ഒരു സ്റ്റോൺ നമ്മൾ മുകളിലോട്ട് എറിഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? യെസ്, തീർച്ചയായിട്ടും അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് മുകളിലോട്ടായിരിക്കും അല്ലെ? അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും. അറ്റ് ദ സെയിം ടൈം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഡൗൺവേർഡ് ആയിരിക്കും. സോ ഓഫ് കോഴ്സ് ഈ ഒരു സെനാരിയോ നമുക്ക് മനസ്സിലായി എന്താണ്? വെലോസിറ്റി അല്ലെങ്കിൽ മോഷന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആക്സിലറേഷൻ വരുന്നത്. സോ ഓൾവേസ് എന്തായിരിക്കണം എന്നില്ല, ആക്സിലറേഷന്റെ അതേ ഡയറക്ഷൻ തന്നെ ആയിരിക്കണം എന്നില്ല മോഷൻ ട്ടോ. ഓക്കെ, യെസ്. ഇനി ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഫോഴ്സസ്. അപ്പൊ നമുക്കറിയാലോ F is equal to ma ആണ്. M എന്ന് പറയുമ്പോൾ നമുക്ക് Fന്റെ ഡയമെൻഷൻ നമുക്ക് എഴുതാം. എന്തൊക്കെ വരും? M വരും. ആക്സിലറേഷൻ എന്താണ് ഡയമെൻഷൻ? ആക്സിലറേഷന്റെ ഡയമെൻഷൻ എന്താണ്? യെസ്, LT raised to -2 അല്ലെ? അതായത് നമുക്കറിയാം ലെങ്ത് ആണ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയമെൻഷൻ എഴുതുമ്പോൾ L ആണ് ഇടുന്നത്. അതേസമയം വെലോസിറ്റി ആവുമ്പോഴോ LT raised to -1 ഇടുന്നത്. ആൻഡ് ആക്സിലറേഷൻ ആവുമ്പോൾ എന്താണ്? യെസ്, LT raised to -2 ആണ് ഇടുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു വിശ്വാസത്തിലാണ്. ഇനി അറിയത്തില്ലെങ്കിൽ ഒട്ടും പേടിക്കണ്ട. എന്നാണ് നമ്മുടെ മാരത്തോൺ ഉള്ളത്? 19th-നാണ് കേട്ടോ. 19th ഡിസംബറിലാണ് നമ്മുടെ മാരത്തോൺ വരുന്നത്. ആൻഡ് അതിനുശേഷം ദ വെരി നെക്സ്റ്റ് ഡേ നമ്മൾ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് ഓൾസോ നമ്മൾ ലൈവ് ആയിട്ട് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, അത് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലടാ? സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. സോ ഇവിടെ നമ്മൾ ഓൾറെഡി മാസിന്റെ കൊടുത്തു. ഇനി ആക്സിലറേഷൻ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് LT raised to -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ ഓപ്ഷൻസ് നോക്കി. M-ന് 1 ആണ്, L-ന് 1 ആണ്, T-ക്ക് -2 ആണ്. സോ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഓപ്ഷൻ D ആണ് കേട്ടോ. സോ സിമ്പിൾ ആയിട്ട് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം? ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറ്റണം. സോ ഇതിന് ഈ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് അങ്ങനെ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും ഇല്ല അല്ലെ? നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. സോ ബേസിക് ആയിട്ട് നമ്മൾ കുറച്ച് യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? കുറച്ച് ഡയമെൻഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് കുറച്ച് ബേസിക് ആയിട്ടുള്ളത്, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്നതും അതേപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വേറൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലെങ്കിൽ അത്രയും ഡയമെൻഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. എങ്കിൽ മാത്രമാണ് നമുക്ക് എക്സാം കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞാൽ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും അല്ല വരിക. എന്നിരുന്നു കഴിഞ്ഞാലും ലെറ്റ്സ് സേ സപ്പോസ് വന്നിരുന്നാൽ നമ്മൾ അതിനെ ഫേസ് ചെയ്യണം അല്ലെ? നമുക്ക് ആ സമയത്ത് പാനിക് ആവാൻ പറ്റില്ല. ഇതെല്ലാം ഫുള്ള് ഡെറിവേഷൻ ആണല്ലോ, എനിക്ക് സമയം കിട്ടും. ആ ഒരു പാനിക് ആവാനായിട്ട് നമ്മൾ പാടില്ല. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. ഓക്കെ അല്ലടാ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. The sun's angular diameter is measured to be, yes, ഇതും നമുക്ക് ആക്ച്വലി പഠിക്കാനില്ല. സോ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷെ വളരെ ഈസി ക്വസ്റ്റൻ ആണ് കേട്ടോ. നമ്മൾ ആ ആംഗിൾ കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തീറ്റനെ റേഡിയനിലോട്ട് മാറ്റി. ദെൻ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മാർക്ക് ബൈ റേഡിയസ് ആണ്. സോ നമുക്ക് ഇവിടെ തീറ്റന്റെ ഇത് കിട്ടി, അതായത് ആംഗിൾ എന്താണെന്നുള്ളത് നമുക്ക് അറിയാം. ഇനി നമുക്ക് ആരും തന്നിട്ടുണ്ട്, ഡയമീറ്ററും തന്നിട്ടുണ്ട്. ആ ഡയമീറ്ററിനെ നമ്മൾ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ആൻഡ് ഫൈനലി വി വിൽ ഗെറ്റ് ദി ആൻസർ. ഓക്കെ അല്ലേ? യെസ്, ഡിസ്റ്റൻസ് D കേട്ടോ. ആംഗുലാർ ഡയമീറ്റർ ദിസ് വൺ ആൻഡ് ഡിസ്റ്റൻസ് D എന്ന് പറയുന്നതാണ് കേട്ടോ. അതാണ് നമ്മുടെ ഡയമീറ്റർ. Okay, yes. Give any two difference between speed and velocity. ഒരുപാട് ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റും അല്ലെ? സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപ്ലി ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഓക്കെ, സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഇറ്റ് ഈസ് ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് ഓൺലി. പക്ഷെ ഒരു വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഇറ്റ് ഈസ് ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആസ് വെൽ ആസ് ഡയറക്ഷൻ അല്ലെ? ആസ് വെൽ ആസ് ഡയറക്ഷൻ. ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ഫോളോ എന്താണ്? നമ്മുടെ വെക്ടർ ഓൾജിബ്ര. ഓക്കെ അല്ലേ? ഇനി ഈ സ്പീഡിനെ സംബന്ധിച്ചിടത്തോളം അതിന് എന്ത് വാല്യൂ വരത്തുള്ളൂ? മിക്കവാറും പോസിറ്റീവ് വാല്യൂസ് മാത്രമേ വരത്തുള്ളൂ. അതേസമയം വെക്ടറിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് വാല്യൂ വരും, 0 വരും, പോസിറ്റീവ് വാല്യൂ വരും.
ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്താണ് വെക്ടർ, സ്കെയിലാർ എന്നുള്ളതൊക്കെ. ഇനി നെക്സ്റ്റ് വൺ ഇസ് ഡിറൈവ് an expression for the maximum height reached by a projectile. ഓക്കെ, അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഈസി മെത്തേഡ് ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം, നമുക്ക് ആദ്യം ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എങ്ങോട്ട് വരാം, യെസ് ഹൈറ്റിലോട്ട് വരാം അല്ലെ, അത് ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതർവൈസ് നമുക്ക് എന്ത് ചെയ്യാം, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. സോ ഇത് നമുക്ക് എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക മാക്സിമം ഹൈറ്റ്, അതേപോലെ തന്നെ ടൈം ഓഫ് ഫ്ലൈറ്റ് ആൻഡ് ഓൾസോ നമ്മുടെ റേഞ്ച്, ഓക്കെ, ഇത്രയും സാധനങ്ങളുടെ ഡെറിവേഷൻ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. ദെൻ നിങ്ങൾക്ക് എക്സാമിനും ഇത് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. സോ ഇതിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇനിയും വരുന്നുണ്ട് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണെങ്കിൽ ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. സോ അന്നേരം നമുക്ക് സ്കിപ്പ് ചെയ്യാം. സോ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഡെറിവേഷൻ ആദ്യം പഠിക്കാം, കാരണം നിങ്ങൾക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 ഡെറിവേഷനിൽ ഏതെങ്കിലും ഒരെണ്ണം ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കും. 2 മാർക്ക് വെയിറ്റേജ് വരുന്നതാണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം ഇതിൽ എന്താ ചെയ്യേണ്ടത്, ഫിഗർ വരയ്ക്കണം അല്ലെ, ഫിഗർ വരയ്ക്കണം. ഒരു പ്രൊജക്ടൈലിന്റെ ഫിഗർ നിങ്ങൾ ആദ്യം വരച്ചിട്ടുണ്ടായിരിക്കണം. സോ അത് പോകുന്നത് യു എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ് ആൻഡ് അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് യു എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ. ഓക്കെ അല്ലെ, യു കോസ് തീറ്റ. ആൻഡ് ദിസ് ഇസ് ഇതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് യു സൈൻ തീറ്റ. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഇതിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക മുകളിലോട്ട് പോകുന്നതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്പോണന്റ് എന്ന് പറയുന്നതാണ് യു വൈ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ വെർട്ടിക്കൽ കമ്പോണന്റ്. അതേസമയം ലെങ്ത് വൈസ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിസ്റ്റൻസിന് കാരണക്കാരനാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ടുള്ള യു എക്സ് എന്ന് പറയുന്നത്. ആൻഡ് ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ യു സൈൻ തീറ്റയുടെ വാല്യൂ എന്താണ്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 0 ആണ് കേട്ടോ. ആൻഡ് ദിസ് ഇസ് മാക്സിമം ഹൈറ്റ്. ഓക്കെ അല്ലെ, ആ ഒരു പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ എറിഞ്ഞു വിടുന്ന സാധനം എന്താണ്, കല്ലാണെങ്കിൽ എറിഞ്ഞു വിടുന്നെങ്കിൽ അതാണ് പ്രൊജക്ടൈൽ. ഓക്കെ അല്ലെ, ഒരു ബോൾ ആണ് എറിയുന്നതെങ്കിൽ ആ ബോൾ ആണ് പ്രൊജക്ടൈൽ. ആൻഡ് ഈ ഒരു സംഭവം ഒരു പരാബോളിക് ഷേപ്പിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, യെസ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആ ട്രാജക്ടറി, ഓക്കെ, ട്രാജക്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്, ലിറ്ററലി അതിന്റെ മീനിങ് എന്താണ്, പാത്ത് എന്ന് മാത്രമുള്ള മീനിങ്ങേ ഉള്ളൂ കേട്ടോ. ആ പാത്ത് എന്ന് പറയുന്നത് പരാബോളിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാൻ പറ്റും, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് എന്താണ്, യെസ് പ്രൊജക്ടൈൽ ആണെന്ന്, പ്രൊജക്ടൈൽ മോഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ലെ. സോ ടൈം ഓഫ് ഫ്ലൈറ്റ്, അപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ്, ഓക്കെ അല്ലെ, നമ്മൾ ഇവിടെ നിന്ന് എറിഞ്ഞിട്ട് ഇത് അവിടെ വരെ എത്തി, ഓക്കെ അല്ലെ, ആ എത്താനായിട്ട് എടുത്ത സമയം. അപ്പൊ നമുക്കറിയാം, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ടി ആണ് നമ്മൾ എടുക്കുന്ന ടൈം എങ്കിൽ നമുക്ക് പറയാം എന്താണ്, യെസ് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഇവിടം വരെ എത്തി, നമ്മുടെ ഈ ഒരു പോയിന്റ് നിന്നാണ് നമ്മൾ എറിയുന്നത്, അത് വെച്ചിട്ട് അത് മാക്സിമം ഹൈറ്റ് വരെ എത്തി. ദാറ്റ് മീൻസ് എന്താണ്, ടോട്ടൽ അത് എടുത്ത സമയത്തിന്റെ ഹാഫ് ആണ്. ആ ഹാഫ് ഡിസ്റ്റൻസിന് ഞാൻ സ്മോൾ ലെറ്റർ ടി എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യുവാണ് കേട്ടോ. ഹാഫ് ഡിസ്റ്റൻസ്, അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, ഓക്കെ അല്ലെ, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ടി ഹാഫ്. അപ്പൊ എനിക്ക് പറയാം ടി അസെൻസ് വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, ടി ഡിസെൻസ്. അതായത് ഇവിടെ നിന്ന് നമ്മൾ മാക്സിമം ഹൈറ്റിലോട്ട് പോകാനെടുത്ത സമയവും ആ മാക്സിമം ഹൈറ്റിൽ നിന്ന് താഴത്തോട്ട് എത്താനായിട്ട്, തറയിലോട്ട് എത്താനായിട്ട് എടുത്ത സമയം എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്മോൾ ലെറ്റർ ടി ആണ് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലെ, സ്മോൾ ലെറ്റർ ടി ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് v is equal to u plus at എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ, v is equal to u plus at. അപ്പം ഇവിടെ v എന്ന് പറയുന്നത് നമുക്കറിയാം മാക്സിമം ഹൈറ്റിലാണ്, അതായത് ടോപ്പ് മോസ്റ്റ് പോയിന്റിലാണ്. അവിടുത്തെ വെലോസിറ്റി എന്തായിരിക്കും, യെസ് ആ മുകളിലോട്ട് പോകുന്നതിന് കാരണക്കാരനായിട്ടുള്ള വെലോസിറ്റി ആണ് u sin theta, that is equal to 0. ഓക്കെ അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി അതെന്താണ്, u sin theta അല്ലെ, u sin theta ആണ് മൈനസ് ജി ടി അല്ലെ. കാരണം എന്താണ്, യെസ് ഇവിടെ നിന്ന് പോകുന്നത് അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്, നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. അങ്ങനെയാണെങ്കിൽ u sin theta ഡിവൈഡഡ് ബൈ g which is equal to t. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ക്യാപിറ്റൽ ലെറ്റർ ടി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം, യെസ് ഇതിന് ഡബിൾ ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ എന്റെ ക്യാപിറ്റൽ ലെറ്റർ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, 2u sin theta ഡിവൈഡഡ് ബൈ g എന്ന് പറയാം. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ഡെറിവേഷൻ ട്ടോ, ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനുള്ള. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, യെസ് നമ്മൾ ഇവിടെ നിന്നും ഒരു കല്ലെടുത്ത് അല്ലെങ്കിൽ ഒരു പ്രൊജക്ടൈൽ എടുത്ത് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടുത്ത പോയിന്റിൽ അല്ലെങ്കിൽ ആ ഒരു തറയിൽ എത്തുന്നത് വരെ എടുത്ത സമയമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഇസ് ഹൊറിസോണ്ടൽ റേഞ്ച് കേട്ടോ. ഹൊറിസോണ്ടൽ റേഞ്ച് ഇവിടെ നമ്മുടെ ചോദിച്ചിട്ടുള്ള എന്ത് മാത്രമേ ഉള്ളൂ, മാക്സിമം ഹൈറ്റേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഹൊറിസോണ്ടൽ റേഞ്ച് ആണ് അടുത്തത്. അപ്പൊ അവിടെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, വെലോസിറ്റി ഇൻടു ടൈം അല്ലെ. സോ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ആണ്, അതായത് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഇവിടെ നിന്ന് ഞാൻ എറിഞ്ഞ സാധനം അവിടെയാണ് വീണത്, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എന്റെ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. സോ അവിടെ എനിക്കറിയാം ആ ഹൊറിസോണ്ടൽ റേഞ്ചിന് കാരണക്കാരനായിട്ടുള്ള കമ്പോണന്റ് എന്താണ്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് യു എക്സ് കോസ് തീറ്റ, അല്ലെങ്കിൽ നമ്മുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് ഞാൻ എടുത്തു r എന്ന് എടുത്തു. ഇനി വെലോസിറ്റിക്ക് ഞാൻ എന്താ എടുക്കേണ്ടത്, യു കോസ് തീറ്റ എടുക്കണം അല്ലെ. ഇൻ ടു ഇവിടെ മുതൽ ഇവിടെ വരെ ട്രാവൽ ചെയ്യാനായിട്ട് എടുത്ത സമയം എന്തായിരുന്നു, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ടൈം ഓഫ് ഫ്ലൈറ്റ് അല്ലെ, ദാറ്റ് ഇസ് ക്യാപിറ്റൽ ടി. അപ്പൊ എനിക്ക് എന്ത് എഴുതാം, 2u sin theta ഡിവൈഡഡ് ബൈ g. അപ്പൊ ഞാൻ അതിനെ കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, 2u square
കോസ് തീറ്റ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ എനിക്കൊരു ഇക്വേഷൻ, ഒരു റിലേഷൻ അറിയാം അവിടെ. ആ റിലേഷൻ ആണെന്ന് പറയുന്നത് എവിടെ ഇപ്പൊ ഞാൻ എഴുതുക? ഓക്കെ, 2 cos theta sin theta. ഓക്കെ, 2 cos theta sin theta which is equal to sin 2 theta. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതും 2u square sin 2 theta divided by g എന്ന് വരും. ഓക്കെ അല്ലേ? 2u square sin 2 theta divided by g എന്ന് എനിക്ക് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കേടാ, ഇവിടെ സോറി 2 വേണ്ട, കാരണം 2 കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ, 2 കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. സോ ദിസ് വിൽ ബി, ഇവിടെ 2 ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ u square sin 2 theta divided by g എന്ന് വരും. ഇനി അടുത്തതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത ഒരു കണ്ടന്റ് ആണ്. മാക്സിമം റേഞ്ച് എപ്പോഴായിരിക്കും? മാക്സിമം റേഞ്ച് എപ്പോഴായിരിക്കും? sin 2 theta വാല്യൂ 1 വരുമ്പോഴായിരിക്കും അല്ലെ? sin 2 theta വാല്യൂ 1 വരുമ്പോഴാണ്. ദാറ്റ് മീൻസ് sin 90 ആണ് 1. അങ്ങനെയാണെങ്കിൽ 2 theta is equal to 90 ആണ്. സോ ദാറ്റ് theta will be equal to 45 degree. ഈ ഒരു സാധനം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇത് പല രീതിയിലും ചോദ്യം വരും കേട്ടോ, പല രീതിയിലും ചോദ്യം വരും. ഇനി അടുത്തതാണ് നമ്മുടെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് മാക്സിമം ഹൈറ്റ്? മാക്സിമം ഹൈറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്തായിരുന്നു? യെസ്, ദിസ് ഈസ് മാക്സിമം ഹൈറ്റ്. ഓക്കെ അല്ലെ? മാക്സിമം ഹൈറ്റ്. അപ്പം അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറയുന്ന ഇക്വേഷൻ. ഓക്കെ അല്ലെ? സോ ഇവിടെ നമുക്കറിയാം വി സ്ക്വയർ അഗെയിൻ മാക്സിമം ഹൈറ്റ് എത്തുന്ന പോയിന്റിൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ആൻഡ് ഈ ഒരു മുകളിലോട്ട് പോകാനുള്ള അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കമ്പോണന്റ് ഏതാണ്? യു സൈൻ തീറ്റ. അപ്പൊ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, ഇനി മൈനസ്, എന്തുകൊണ്ടാണ് ഞാൻ മൈനസ് ഇട്ടത്? കാരണം ഈ എ എന്ന് പറയുന്നത് എന്താണ്? ജി ആണ് അല്ലെ? മൈനസ് ജി ആണ്. സോ ഇൻറ്റു എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് എച്ച്. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം 2gh which is equal to u square sin square theta. ഓക്കെ അല്ലെ? എനിക്ക് ഇതിൽ നിന്ന് അറിയേണ്ടത് ആരെയാണ്? എച്ചിനല്ലേ അറിയേണ്ടത്. സോ യു സ്ക്വയർ sin square theta divided by 2g which is equal to maximum height. ഓക്കെ അല്ലെ? സോ ഈ 3 ഡെറിവേഷൻസും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനിയും പറയണമെങ്കിൽ ഞാൻ വീണ്ടും നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ടെലഗ്രാമിൽ വന്ന് പറഞ്ഞു തരാം. കാരണം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാൻഡേറ്ററി ആയിട്ട് ചോദിക്കും. നമുക്ക് വിത്തൗട്ട് എഫേർട്ട് അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് സ്ട്രെയിൻ ചെയ്ത് പഠിക്കാതെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഭാഗമാണ്. ആൻഡ് ഓൾസോ ഇവിടെ നിന്നും നമുക്ക് ഒരു ന്യൂമറിക്കലും പ്രതീക്ഷിക്കാം കേട്ടോ. ന്യൂമറിക്കലും നമുക്ക് വളരെ എന്താ പറയുക, ട്രിക്കി ആയിട്ടുള്ള ഒരു ന്യൂമറിക്കലും കൂടെ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. സോ മക്കളെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, മറക്കരുത്. നെക്സ്റ്റ് വൺ, ഡിഫൈൻ മൊമെന്റം ഓഫ് ആൻ ഒബ്ജക്ട് ഗിവ് ഇറ്റ്സ് യൂണിറ്റ്. എന്താണ് മൊമെന്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി അല്ലെ? മാസ് ആൻഡ് വെലോസിറ്റി, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് എന്താണ്? മൊമെന്റം എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? മൊമെന്റം എന്ന് പറയുന്നത്. ആൻഡ് മാസ് ഇൻറ്റു പി ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. മാസിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ kg ആണ്, വെലോസിറ്റിന്റെ മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ദ യൂണിറ്റ് വിൽ ബി എന്താണ്? kg മീറ്റർ പെർ സെക്കൻഡ്. അപ്പം ഇതൊന്നും നമ്മൾ ശരിക്കും എന്താ പറയുക, യൂണിറ്റ് ഒന്നും ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഇതിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റും, അല്ലെങ്കിൽ ആ യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി എന്താണ് മൊമെന്റം എന്ന് ശരിക്കും ചോദിച്ചാൽ എന്താണ്? ഒരു മോഷൻ, അതിനുള്ള എബിലിറ്റി, അതായത് ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ബോഡിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മോഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള അതിന്റെ ആ ഒരു കഴിവുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട്, സോറി, ഓക്കെ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ്? നമ്മുടെ സ്വന്തം മൊമെന്റം. ഓക്കെ, മോഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള കഴിവിനെയാണ് കേട്ടോ പറയുന്നത്. Next one, state Newton's law of inertia. What are the different types of inertia? An object remains at rest or in uniform motion. അല്ലെ? remains in uniform motion, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ് യൂണിഫോം മോഷൻ? നമുക്ക് എങ്ങനെ പറയാം? മോഷൻ ഇൻ അറ്റ് കോൺസ്റ്റന്റ് സ്പീഡ്. ഓക്കെ അല്ലെ? മോഷൻ അറ്റ് കോൺസ്റ്റന്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? യൂണിഫോം മോഷൻ ആണ്. ഇൻ എ സ്ട്രേറ്റ് ലൈൻ unless acted by an unbalanced force. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നത് വരെയും ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാൻ. ഇനി അതല്ല, അത് ഇനിയിപ്പം യൂണിഫോം മോഷനിലാണെങ്കിൽ യൂണിഫോം മോഷനിൽ കണ്ടിന്യൂ ചെയ്യാനായിരിക്കും എന്തെന്ന് പറയുന്നത്? അതിന്റെ ഒരു വിഷ് എന്ന് പറയുന്നത്. അതായിരിക്കുന്ന സ്റ്റേജിൽ അതിനെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ അല്ലെ? അതാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇനേർഷ്യാസ് ആണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, മോഷൻ ആൻഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ വിത്ത് എക്സാമ്പിൾ മേ ബി നിങ്ങളുടെ അടുത്ത് ചോദിക്കും. ഓക്കെ അല്ലെ? ഇവിടെ നമ്മുടെ അടുത്ത് വിത്ത് എക്സാമ്പിൾ ഒന്നും ചോദിച്ചിട്ടില്ല. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇനേർഷ്യ എന്ന് ചോദിച്ചിട്ടുള്ളൂ. ഇനി ലെറ്റ്സ് സേ സപ്പോസ് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, അതായത് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ആ ഒരു
ടെൻഡൻസിന് പറയുന്ന പേരാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ത് പറയാം, നമ്മൾ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ്സിൽ നമ്മൾ നിൽക്കുന്നു. ഓക്കെ അല്ലെ, നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിൽ നമ്മൾ നിൽക്കുന്നു. ആൻഡ് വൺസ് ഡ്രൈവർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, യെസ് നമ്മളൊന്ന് ആയും. അല്ല, എന്തുകൊണ്ടാണ് നമ്മൾ ആയുന്നത്, പുറകിലോട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ആയുന്നത്, കാരണം നമ്മൾ ഓൾറെഡി റെസ്റ്റിലാണ്. അപ്പൊ നമ്മുടെ കാലിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതിന് ആ റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ഇഷ്ടം. പക്ഷെ എന്താണ്, മോഷൻ എക്സ്റ്റേണലി എന്ത് ചെയ്യാണ്, ഒരു മോഷൻ വരുവാണ്. സോ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, അത് നമ്മുടെ ബോഡി എന്ത് ചെയ്യും, ട്രൈ ചെയ്യും, റെസ്റ്റിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പുറകോട്ട് ഇങ്ങനെ ആയുന്നത്. ഇനി റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ. എന്താണ് ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മോഷനിലാണെങ്കിൽ മോഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതേ എക്സാമ്പിൾ തന്നെ എടുക്കാം അല്ലെ. ഇതേ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബസ്സിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക, പെട്ടെന്ന് ഡ്രൈവർ ബ്രേക്ക് കിട്ടും. ദാറ്റ് മീൻസ് നമ്മൾ എന്തായി, റെസ്റ്റിലോട്ട് പോവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബോഡി ഫ്രണ്ടിലോട്ടായി. എന്തുകൊണ്ടാണ് ഫ്രണ്ടിലോട്ട് ആയുന്നത്, നമ്മുടെ ബോഡിക്ക് മോഷൻ ആണ് വേണ്ടത്, മോഷൻ ആണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ. ഇനി ഡയറക്ഷന്റെ കേസ് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു ടേണിങ് ഇങ്ങനെ വളയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ വലിയും അല്ലെ. എന്തുകൊണ്ടാണ്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് നമുക്ക് ആ ഡയറക്ഷനിൽ തന്നെ, നമ്മളിപ്പോ സ്ട്രെയിറ്റ് ലൈനിലാണ് പോയിരുന്നതെങ്കിൽ നമുക്ക് ആ ഡയറക്ഷനിൽ പോകാൻ തന്നെയാണ് താല്പര്യം. പക്ഷെ എന്ത് ചെയ്യുവാണ്, യെസ് ഫോഴ്സ്ഫുള്ളി നമ്മൾ ഇങ്ങനെ വളഞ്ഞു പോകേണ്ടി വരുവാണ്. സോ നമ്മുടെ ബോഡി എന്ത് ചെയ്യും, യെസ് ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. ഇനി വേറൊരു എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റബ്ബറോ എന്തെങ്കിലും ഒരു സംതിങ് സംഭവം എന്ത് ചെയ്യുവാണ്, ടൈ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ കറക്കുവാണ്. അപ്പം വൺസ് ഈ ത്രെഡ് ബ്രേക്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരിക്കലും ആ റബ്ബർ എന്ത് ചെയ്യത്തില്ല, വട്ടം കറങ്ങുമല്ല ചെയ്യുക, അത് ടാൻജൻഷ്യൽ ആയിട്ട് തെറിച്ചു പോകും. എന്തുകൊണ്ടാണ്, അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓൾവേസ് ടാൻജൻഷ്യലാ. ഓക്കെ, ഓരോ പോയിന്റിലും അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് അതിന്റെ ടാൻജന്റ് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ അല്ലെ. അപ്പം ആ ഡയറക്ഷൻ ആയിരിക്കും അത് ഫോളോ ചെയ്യുക. ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇത് വട്ടം കറങ്ങുന്നതല്ല അതിന്റെ ഡയറക്ഷൻ. ഓക്കെ, ഓരോ പോയിന്റിലും അതിന് ടാൻജൻഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ അതിന് ടാൻജന്റ് വരയ്ക്കും. ഇപ്പം ഇങ്ങനെ ഒരു വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെയാണ് എന്റെ ബോഡി എങ്കിൽ അഫ്കോഴ്സ് ഇതാണ് ടാൻജന്റ്, ഇതാണ് എന്റെ ഡയറക്ഷൻ. ഈ ഒരു പോയിന്റിലോട്ട് വരുമ്പോഴത്തേനും അതിന്റെ ഡയറക്ഷൻ മാറി, ഈ ഒരു പോയിന്റിലോട്ട് വരുമ്പോഴും അതിന്റെ ഡയറക്ഷൻ മാറി. ഓക്കെ അല്ലെ. സോ ഈ ഒരു പോയിന്റിൽ എത്തിയിരിക്കുന്ന സമയത്താണ് ഇവൻ ബ്രേക്ക് ആവുന്നത്, ഈ ഒരു ത്രെഡ് ബ്രേക്ക് ആവുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ചെയ്യും, ഇങ്ങനെ തെറിച്ചു പോകും. ഓക്കെ അല്ലേ, അതാണ് പറയുന്നത്. സോ ഇതിന് എക്സാമ്പിൾ വെച്ചിട്ട് നമ്മളടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. പക്ഷെ നമ്മളെല്ലാവരും ഇപ്പൊ സെറ്റ് ആണ്, നമുക്ക് ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യും. നെക്സ്റ്റ് വൺ, what is the force required to a school bag of 12 kg mass? ജിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 9.8 എന്ന് എടുത്തിട്ട് കഷ്ടപ്പെടേണ്ട മക്കളെ, 10 ഇട്ട് അങ്ങ് ചെയ്തോ, 2 മാർക്ക് ഈസി പോക്കറ്റിൽ അല്ലെ. എന്തുകൊണ്ടാണ്, എഫ് എസ് ഈക്വൽ ടു എം ജി അല്ലെ, എഫ് എസ് ഈക്വൽ ടു എം ജി. ഒരു ഫോഴ്സ് റിക്വയർഡ് ടു ലിഫ്റ്റ് സ്കൂൾ ബാഗ് ആണ്, അതിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 15 kg ആണെന്ന്. സോ എന്ത് ചെയ്യണം, നമ്മൾ 50 kg into 10 അല്ലെ എം ജി ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം അത് ലിഫ്റ്റ് ചെയ്യാൻ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. Next one, consider the rotation of second hand of a clock. All points of this second hand have same angular velocity but different linear velocity. Same linear velocity but different angular velocity. Same angular and linear velocity, different angular and linear velocity. So of course we know that അല്ലെ ഇതൊരു റൊട്ടേഷൻ ആണ് അല്ലെ. സോ തീർച്ചയായിട്ടും അവിടുത്തെ ആംഗുലാർ വെലോസിറ്റി സെയിം ആയിരിക്കും. ഓക്കെ അല്ലെ. പക്ഷെ ലീനിയർ വെലോസിറ്റി ഓരോ പോയിന്റിലും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ അല്ലെ. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ആംഗുലാർ വെലോസിറ്റിയും അതേപോലെ തന്നെ ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള ഈ ഒരു റിലേഷൻ, അല്ലെങ്കിൽ v is equal to r ഒമേഗ എന്നുള്ള ഒരു റിലേഷൻ. ഇത് നമുക്ക് പല രീതിയിലും പ്രോബ്ലംസിന്റെ ബേസിസിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കാം. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം, ഈ ഒരു ക്വസ്റ്റ്യൻ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം കേട്ടോ, മറന്നു പോകരുത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. നമുക്ക് ചിലപ്പോൾ ഒക്കെ നമ്മൾ മറന്നു പോകും, പക്ഷെ നമുക്ക് ഈ ഒരു ജേർണിയിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു ഇക്വേഷനും കൂടെയാണ്. സോ തീർച്ചയായിട്ടും ഇതൊരു നിങ്ങളുടെ തലയിൽ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. അപ്പൊ സെയിം ആംഗുലാർ വെലോസിറ്റി ബട്ട് ഡിഫറെന്റ് ലീനിയർ വെലോസിറ്റി ആണ് കേട്ടോ. ഇനി what is the principle of homogeneity of dimension? Check the correctness of the equation. F is equal to mv by r using dimension. അപ്പൊ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു ഇക്വേഷൻ ഉണ്ടാവും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ഇക്വേഷൻ ഉണ്ടാവും അല്ലെ. ഇത് രണ്ടിന്റെയും ഡയമെൻഷൻ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഞാൻ പറയാം. അതായത് നമുക്കിവിടെ എന്താ വേണ്ടത്, യെസ് എഫ് ഇസ് ഈക്വൽ ടു എം വി ബൈ ആർ അല്ലെ, എം വി ബൈ ആർ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമുക്ക് അറിയാം, അതായത് എങ്ങനെയാണ് നമുക്ക് തുടങ്ങേണ്ടത്, എം എന്ന് പറയുമ്പോൾ അതിന്റെ ഡയമെൻഷൻ എം തന്നെയാണ് അല്ലെ. വി എന്ന് പറയുമ്പോൾ അതിന്റെ ഡയമെൻഷൻ എന്താണ്, എൽ ടി റൈസ് ടു മൈനസ് 1 ഓക്കെ, എൽ ടി റൈസ് ടു മൈനസ് 1. ഇനി അടുത്തത് ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ലെങ്ത്. സോ അതിന്റെ എന്തായിരിക്കും, എൽ തന്നെയായിരിക്കും. സോ ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ മാസിന്റെ ഇട്ടു, വെലോസിറ്റിയുടെ എൽ ടി റൈസ് ടു മൈനസ് 1 ആണ്, ഡിവൈഡഡ് ബൈ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ ആണ്. സോ ഡെഫിനറ്റ്ലി ഇവിടെ ഇത് മുകളിലോട്ട് വരുമ്പോൾ എന്തായിരിക്കും, എൽ റൈസ് ടു മൈനസ് 1 വരും അല്ലെ. ദാറ്റ് മീൻസ് എം എൽ ടി റൈസ് ടു മൈനസ് 1 എൽ റൈസ് ടു മൈനസ് 1, അതായത് താഴെ കിടക്കുന്ന എൽ മുകളിലോട്ട് വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, എം എൽ റൈസ് ടു 0 ടി റൈസ് ടു മൈനസ് 1 അല്ലെ. എന്തുകൊണ്ടാണ് ഇവിടെ എൽ പ്ലസ്
1 ആണ്, ഇവിടെ L -1 ആണ്, ക്യാൻസൽ ആയി പോയിക്കോളും. ഓക്കെ അല്ലടാ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നമ്പർ മാത്രം ഒന്ന് സ്പെസിഫൈ ചെയ്താൽ മതി. സോ ML അല്ലെങ്കിൽ MT റേസ് ടു -1 ആണ് ഡയമെൻഷൻ എന്ന് പറയാം. ആൻഡ് ഫോഴ്സിന്റെ ഡയമെൻഷൻ നമുക്ക് അറിയാലോടാ. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്തായിരുന്നു? വി ഓൾറെഡി നോ ദാറ്റ് ഇറ്റ് ഇസ് MLT റേസ് ടു -2. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മളത് പ്രൂവ് ചെയ്തതാണ്. സോ നമുക്കറിയാം എന്താണ് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇത് രണ്ടും സെയിം അല്ല എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഈക്വൽ അല്ല. സോ LHS ഇസ് നോട്ട് ഈക്വൽ ടു RHS. സോ ഡയമെൻഷൻ രണ്ടിനും ഡിഫറെന്റ് ആണ്. സോ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഇവിടെ ഫെയിൽ ആയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, യെസ്. Can an object have zero velocity but still be accelerating? Argue with an example. Simple സാധനം. ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു. ഒരു ഒബ്ജക്റ്റ് നമ്മൾ മുകളിലോട്ട് എറിഞ്ഞു വിട്ടു അല്ലെ? അതിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ്, ഓക്കെ, ടോപ്പ് മോസ്റ്റ് പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് സീറോയാ അല്ലെ? വെലോസിറ്റി സീറോയാ. ബട്ട് സ്റ്റിൽ അതിനെന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട് അല്ലെ? അതെന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ വെലോസിറ്റി സീറോ ആണെന്നുണ്ടെങ്കിലും ആക്സിലറേഷൻ സീറോ അല്ലാത്ത അല്ലെങ്കിൽ ആക്സിലറേഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇത് കൃത്യമായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം ഭാഷയിൽ എഴുതി വെക്കുക. നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും മക്കളെ. നെക്സ്റ്റ് വൺ ഇസ് derive the following equations of uniformly accelerated motion. സോ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, നമുക്ക് ഒരു ഗ്രാഫ് ഉണ്ട് അല്ലെ? ആ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നു അല്ലെ? യൂണിഫോം മോഷൻ ആണ്. സോ നമ്മൾ ആ ഗ്രാഫ് വരയ്ക്കുന്നു. ആൻഡ് ദെൻ നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ കേസിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുവാണ്? സ്ലോപ്പ് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, സ്ലോപ്പ് കണ്ടുപിടിക്കുകയാണ്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. ഓക്കെ, സോ യെസ്, അപ്പൊ നമ്മൾ ആദ്യത്തെ കേസിൽ എന്ത് ചെയ്യുവാണ്? സ്ലോപ്പ് കണ്ടുപിടിക്കുകയാണ്. സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ദിസ് മേ ബി യു എന്ന് എടുക്കുവാണ്. ആൻഡ് ഈ ഒരു പോയിന്റ് ഞാൻ വി എന്ന് എടുക്കുവാണ് കേട്ടോ. ഓക്കെ അല്ലേ? ആൻഡ് ദിസ് ഇസ് 0 അല്ലെങ്കിൽ ഒറിജിൻ ആണ്. ആൻഡ് ദിസ് ഇസ് ടി. ഓക്കെ അല്ലടാ? ഇനി സ്ലോപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, ഇവിടെ നമ്മൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ സപ്പോസ് ഇതാണ് ഞാൻ എടുക്കുന്ന ഒരു ട്രയാങ്കിൾ എന്ന് കൺസിഡർ ചെയ്യുക. സോ വി മൈനസ് യു ആയിരിക്കും ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെ? വി മൈനസ് യു ആയിരിക്കും. സോ വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി അല്ലെ? ഇനി ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 1 മാർക്ക് ആയിട്ട് ചോദിക്കാം. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ആക്സലറേഷൻ ആണ് അല്ലെ? നത്തിങ് ബട്ട് ആക്സലറേഷൻ ആണ്. സോ എനിക്ക് കിട്ടി വി മൈനസ് യു വിച്ച് ഇസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി ഇസ് ഈക്വൽ ടു 80 എന്ന് കിട്ടി. സോ അങ്ങനെയാണെങ്കിൽ വി മൈനസ് യു വിച്ച് ഇസ് ഈക്വൽ ടു 80. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് 80. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. പക്ഷെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്താണ്? സെക്കൻഡ് ആൻഡ് തേർഡ് ഇക്വേഷൻസ് ആണ് കേട്ടോ. ഇനി ഞാൻ നേരെ സെക്കൻഡിലോട്ട് പോവാണ്. ഇനി ഏതിലോട്ട് പോയി കഴിഞ്ഞാലും കണക്ക് തന്നെ, കാരണം നമുക്ക് രണ്ടും ഈസിയാണ്. ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ നമുക്കറിയാം ഇവിടെ ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അല്ലെ, ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഏരിയ അണ്ടർ ദി വി ടി ഗ്രാഫ് അല്ലെ? ഏരിയ അണ്ടർ ദി വി ടി ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ആ ഡിസ്പ്ലേസ്മെന്റിനെ ഞാൻ എസ് എന്ന് റെപ്രസെന്റ് ചെയ്യുവാണ്. ഇനി ഞാൻ എന്ത് ചെയ്യാം? എനിക്ക് ഇവിടെ രണ്ട് സ്ട്രക്ചറാ ഉള്ളത് അല്ലെ? രണ്ട് സ്ട്രക്ചറാ ഉള്ളത്. ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഒരു റെക്ടാങ്കിൾ ഉണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ രണ്ടിന്റെയും ഏരിയ സം ചെയ്താൽ മതി അല്ലെ? ഇതിന്റെ ഏരിയ ഞാൻ A1 എന്നും ഇതിന്റെ ഏരിയ ഞാൻ A2 എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ A1 പ്ലസ് A2 ആണ് എന്തെന്ന് പറയുന്നത്? എന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ട്രയാങ്കിൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏരിയ എന്താണ്? ഹാഫ് ബി എച്ച്. ഇവിടെ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി ആണ്, എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് വി മൈനസ് യു അല്ലെ? ഇനി അടുത്തത് എന്താണ്? അടുത്തത് എന്താ പറയുന്നത്? യെസ്, A2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഇസ് റെക്ടാങ്കുലർ. അതിന്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് യു ടി. ഓക്കെ അല്ലേ? സോ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഹാഫ് ഇൻടു എന്താണ് നമ്മുടെ വി ടി മൈനസ് യു ടി. ഓക്കെ, ഹാഫ് യു ടി പ്ലസ് യു ടി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് വിന്റെ ഇക്വേഷൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ആ വിന്റെ ഇക്വേഷൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ നമുക്ക് കിട്ടും ഹാഫ് ഇൻടു യു പ്ലസ് AT into T minus half UT plus UT. ഓക്കെ അല്ലടാ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ നമ്മൾ ഒന്നും കൂടെ തന്നെ ഒന്ന് വിജൃംഭിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, ഹാഫ് ഇൻടു ഓക്കെ UT പ്ലസ് ഹാഫ് ഇൻടു AT സ്ക്വയർ മൈനസ് ഹാഫ് UT പ്ലസ് UT എന്ന് വരും. ഓക്കെ അല്ലേ? അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഹാഫ് UT ഉണ്ട്, ഇവിടെ മൈനസ് ഹാഫ് UT ഉണ്ട്, ക്യാൻസൽ ആയി പോയി. പിന്നെ അവിടെ എന്താ ഉള്ളത്? UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. ഓക്കെ അല്ലേ? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് യെസ് എന്ന് പറയുന്നത്. ഇനി ഇതേ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ എത്തിയായിരുന്നല്ലോ. ഇവിടെ നമ്മൾ ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഓക്കെ അല്ലേ? ആ ടിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുവാണ്. എന്താണ്? നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷനിൽ നിന്ന്. ഓക്കെ അല്ലേ? ഇവിടത്തെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുവാണ്? ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ടിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കും? വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ വിച്ച് ഇസ് ഈക്വൽ ടു ടി. സോ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഇവിടെ ടിക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുത്താലും മതി. ഓക്കെ, എനിത്തിങ് ഇസ് ഫൈൻ. ഓക്കെ, നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, വി സ്ക്വയർ which is equal to u square plus 2
AS എന്നുള്ള ഇക്വേഷനിലോട്ട് നമ്മൾ എത്തും. സോ ബേസിക് ആയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ ഒരു ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ അല്ലേ, ഗ്രാഫ് വരയ്ക്കാം. ഫസ്റ്റത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് എന്താണ്, v is equal to u plus at ആണ്. അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് രണ്ട് ഇക്വേഷനിലും ഇവിടെ നിന്ന് വരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ, ആദ്യത്തേൽ v ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, രണ്ടാമത്തേൽ t ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ, അപ്പൊ അതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു, നിങ്ങൾക്ക് ഡെറിവേഷൻ ഓർമ്മ വരുന്നില്ല എന്നൊക്കെ പറയുന്നതിന് ജസ്റ്റ് ഇതൊന്ന് മാത്രം ചിന്തിക്കുക. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ അത് എന്ത് ചെയ്യുകയാണ്, നമ്മൾ ജസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കുകയാണ്, കാരണം ആക്സിലറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതല്ലേ. സോ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിച്ചു. ദെൻ ലേറ്റർ നമ്മൾ എന്താ ചെയ്തത്, യെസ് അവിടെ വിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുകയാണ്, അവിടെ നമ്മൾ ഫൈനൽ വെലോസിറ്റിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നെക്സ്റ്റ് വണ്ണിൽ എന്താണ്, നമ്മൾ അവിടെ ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു ആൻഡ് നമുക്ക് ഒരു റിസൾട്ടും കിട്ടി. ഓക്കെ അല്ലേ, നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ എന്താ പറയുക, ഇത് തന്നെയാണോ, ഒന്ന് റീഅറേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്, യെസ് നമുക്ക് നമ്മുടെ കിട്ടിയ ആൻസർ കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ അല്ലടാ, യെസ്. നെക്സ്റ്റ് വൺ, കാർ ട്രാവൽസ് ഫ്രം എ ടു ബി. ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് ട്രാവൽ ചെയ്യുവാണ്. ആൻഡ് ആ സ്പീഡ് എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. ഓക്കെ അല്ല, റിട്ടേൺസ് ടു എ അറ്റ് എ സ്പീഡ് ഓഫ് 30 മീറ്റേഴ്സ് പെർ. ഓക്കെ, ഇങ്ങോട്ട് പോയത് 20 മീറ്റർ പെർ സെക്കൻഡും ഇങ്ങോട്ട് 30 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് പോയത്. നമ്മുടെ ചോദിച്ചിട്ടുള്ളത് ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഞാൻ ആദ്യം തന്നെ ആവറേജ് വെലോസിറ്റി എഴുതട്ടെ, കാരണം എനിക്ക് പെട്ടെന്ന് മാർക്ക് കിട്ടുന്ന സാധനമാണ്. എന്തുകൊണ്ടാണ് ആവറേജ് വെലോസിറ്റി 0? കാരണം ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, 0 ആണ് അല്ലേ. കാരണം എന്താണ്, തുടങ്ങിയത് എന്ന് പറയുന്ന പോയിന്റിലാണ്, ഫിനിഷ് ചെയ്തതും എ എന്ന് പറയുന്ന പോയിന്റിലാണ്. സോ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് പറയുന്നത് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റ് 0 ആണെന്നുണ്ടെങ്കിൽ ആവറേജ് വെലോസിറ്റിന്റെ കാര്യത്തിൽ പിന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ല, ദാറ്റ് ഇസ് ഓൾസോ 0. ഇനി ആവറേജ് വെലോസിറ്റിന്റെ ഇക്വേഷൻ ആണ് 2v1 v2 ഡിവൈഡഡ് ബൈ t1 v1 plus v2 which is equal to സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക, അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചു വെക്കുക. ഇനി ഇതിന്റെ എന്താ പറയാ, ഓരോ ഇതിലും അറിയേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ പഴയ ലെക്ചേഴ്സിൽ ഇതേ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബട്ട് ബെറ്റർ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ പഠിക്കുക, കാരണം നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇത് ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വരും. നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, പ്രൂവ് ഇറ്റ് യൂസിങ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കറിയാം എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റ് എന്ന് പറയുന്നത്. യെസ്, അതായത് രണ്ട് ബോഡീസ് ഉണ്ട്, അതിന് ഒന്ന് എയും ബി എന്ന് റെപ്രസെന്റ് ചെയ്തു, ഒന്നിന്റെ മാസ് m1 ഉം രണ്ടാമത്തെ മാസ് m2 എന്ന് നമ്മൾ എടുത്തു. ഓക്കെ അല്ലെ, ഇതിന്റെ വെലോസിറ്റി u1 ആണ്, ഇതിന്റെ വെലോസിറ്റി u2 ആണ്. ഓക്കെ അല്ലടാ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യുവാണ്, ഇവൻ ഇരിക്കുന്നത് ഇവിടെ, ഇവൻ ഇരിക്കുന്നത് ഇവിടെ. അങ്ങനെയാണെങ്കിൽ u1 is greater than u2 ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇവരിങ്ങനെ ഇരിക്കുന്നത്, ഇവർ ഒരേ സ്പീഡിൽ പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും കൂട്ടിമുട്ടോ ഇല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ പുറകിൽ വരുന്നവന് ഇവനെക്കാട്ടിലും സ്പീഡ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്ത് ചെയ്യും, ഇവരും നമ്മളെ കൂട്ടിമുട്ടും. ഓക്കെ അല്ല, അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ നമ്മൾ ഇമാജിൻ ചെയ്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിഫോർ കൊളീഷൻ, ഓക്കെ, ബിഫോർ കൊളീഷൻ എന്താണോ അതിന്റെ മൊമെന്റം, ഓക്കെ അല്ലെ, എന്താണോ അതിന്റെ മൊമെന്റം വിച്ച് ഇസ് ഈക്വൽ ടു ആഫ്റ്റർ കൊളീഷൻ എന്താണോ അതിന്റെ മൊമെന്റം. ഓക്കെ അല്ലെ, അതാണ് നമ്മൾ എന്ത് പറയുന്നത്, യെസ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോടാ, ക്ലിയർ ആയോ? യെസ്. ഇനി അടുത്തത് നമുക്ക് നോക്കി നോക്കാം. ഇനീഷ്യൽ മൊമെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്, m1 u1 plus m2 u2 അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, m1 v1 plus m2 v2. എന്തുകൊണ്ടാണ് m1 v1 m2 v2 എന്ന് പറയുന്നത്, കാരണം ഇത് കൊളീഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ പോകുന്ന വെലോസിറ്റി ആണ് v1, ഇവൻ പോകുന്ന വെലോസിറ്റി ആണ് v2, മാസിൽ ചേഞ്ച് ഇല്ല. ക്ലിയർ ആയല്ലോ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുവാണ്, യെസ്, m1 u1 minus m1 v1 which is equal to എന്താണ്, m2 v2 minus m2 u2. ഓക്കെ അല്ലേ, സോ m1 പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, u1 minus v1 കിട്ടും. ആൻഡ് ഹിയർ എനിക്ക് കിട്ടും എന്താണ്, m2 പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ v2 minus u2 എന്നും കിട്ടും. ഓക്കെ അല്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൂവ്മെന്റ് അല്ലേ. സോ ഇവിടെ എനിക്ക് എന്ത് പറയാം, യെസ്, എഫ് ബി എന്ന് പറയുന്നത് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ്, അല്ലെങ്കിൽ എഫ് എ എന്ന് പറയുന്നത് എനിക്ക് റൈറ്റ് ഇറ്റ് ആസ് എന്താണ്, m1 u1 minus v1 divided by t, and also fb will be equal to m1 m2 v2 minus u2 divided by t എന്ന് പറഞ്ഞിട്ട് എനിക്ക് എഴുതാനായിട്ട് പറ്റും. സോ ഫ്രം നമ്മുടെ എന്താ പറയുക, നമ്മുടെ ന്യൂട്ടൺസ് തേർഡ് ലോ അനുസരിച്ചിട്ട് എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ. അവിടുത്തെ ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എഫ് എ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ബി എന്ന് പറയാനായിട്ട് പറ്റും. ആൻഡ് അത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇവിടേക്ക് എത്താൻ പറ്റും. ഓക്കെ അല്ലേ, സോ എവിടെ നിന്നാണ് തുടങ്ങിയത്, ഈ ഒരു സംഭവത്തിൽ നിന്നാണ് തുടങ്ങിയത് അല്ലേ. ഇതെന്താണ്, ദിസ് ഇസ് നത്തിങ് ബട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം അല്ലെ. ഇവിടേക്കാണ് നമുക്ക് എത്തേണ്ടത്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഫോഴ്സ് കണ്ടുപിടിച്ചു. ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, യെസ്, നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഓക്കെ അല്ലേ, അത് നമ്മൾ അപ്ലൈ ചെയ്തു ആൻഡ് രണ്ടിനും നമുക്ക് കിട്ടി. ആൻഡ് നമുക്കറിയാം ന്യൂട്ടൺസ് തേർഡ് ലോ അനുസരിച്ചിട്ട് എന്താണ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. സോ ഇതിൽ നമുക്ക് ടിയും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഫൈനൽ നമ്മൾ എവിടേക്ക് എത്തുന്നത്, ഈ ഒരു റിലേഷനിലോട്ടാണ് എത്തുന്നത് കേട്ടോ. ദിസ് ഇസ് നത്തിങ് ബട്ട് നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മേ ബി നമുക്ക് എങ്ങനെ എഴുതാം, എം ഐ
ui പ്ലസ് m2 സോറി ഓക്കെ അങ്ങനെ എഴുതാൻ പറ്റില്ല കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പറയാം mi ui which is equal to mf uf എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. Next one. A cricket ball is thrown at a speed of 28 meter per second. അതായത് u is equal to 28 meter per second എന്നുള്ളത് നമുക്ക് കിട്ടി. And direction 30 degree above the horizontal. അത് തന്നെയാണ് നമുക്ക് വേണ്ടത് അല്ലേ. നമുക്ക് ഒരു പ്രൊജക്ടൈലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ആംഗിൾ എങ്ങനെയാണ് തന്നിരിക്കുന്നത്, വെർട്ടിക്കൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണോ എന്നുള്ളതൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ഇനി മാക്സിമം ഹൈറ്റ് ആൻഡ് ടൈം ടേക്കൺ ബൈ ദ ബോൾ ടു ദ സെയിം ലെവൽ. സോ സിമ്പിൾ അഗെയിൻ നമുക്ക് ഇവിടെ എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെ. നമുക്കറിയാം മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ ആണ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g എന്ന് പറയുന്നത്. സോ വൺസ് നമുക്ക് എന്ത് ചെയ്യാം, യുവിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, ദാറ്റ് ഇസ് 28 സ്ക്വയർ ഇൻടു എന്താണ് നമ്മുടെ സൈൻ സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് നമ്മൾ എന്താ കൊടുത്തത്, സൈൻ 30 ആണ് അല്ലെ, സൈൻ 30 ആണ്. സോ സൈൻ സ്ക്വയർ 30 നമുക്ക് 0.5 സ്ക്വയർ കിട്ടുന്നു, ഡിവൈഡഡ് ബൈ എന്താണ് 2g ആണ്. സോ 2 ഇൻറ്റു 9.8. സോ നമുക്ക് കിട്ടി എന്താണ്, യെസ് മാക്സിമം ഹൈറ്റിന്റെ വാല്യൂ ആസ് 10 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ അല്ലെ. ഇനി ടൈം ടേക്കൺ, ഓക്കെ ടൈം ടേക്കൺ ബൈ ദ ബോൾ ടു ദ സെയിം ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, യെസ് നമുക്ക് ഇവിടെ നിന്ന് മുതൽ ഇവിടെ വരെ എത്താനായിട്ടുള്ളത്, അതായത് തറയിൽ തിരിച്ചെത്തി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് ഓൾസോ വി നോ ദാറ്റ് 2u sin തീറ്റ ഡിവൈഡഡ് ബൈ g അല്ലെ. അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഇസ് 28 മീറ്റർ പെർ സെക്കൻഡ് സൈൻ 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ g ദാറ്റ് ഇസ് 9.8 അല്ലെങ്കിൽ 10 എന്ന് എടുക്കാം. ഓക്കെ അല്ലെ. ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായി, നമുക്ക് ആൻസർ കിട്ടി. നെക്സ്റ്റ് വൺ ഇസ് ഫ്രിക്ഷൻ ഇസ് എ നെസസറി ഈവിൾ. വൈ ഡു വി സേ ലൈക്ക് ദിസ്? ഒന്നുമില്ല, കാരണം ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പല സാഹചര്യത്തിലും ഇല്ലാതെ നിവർത്തിയില്ല. നമുക്കത് വാക്ക് ചെയ്യണം അല്ലെ. നമുക്കൊന്ന് വാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഫ്രിക്ഷൻ വേണം അല്ലെ. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഹോൾഡ് ചെയ്യണം, അതിനെന്ത് വേണം, ഫ്രിക്ഷൻ വേണം. സോ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് വേണം, യെസ് ഫ്രിക്ഷൻ നമുക്ക് ആവശ്യമാണ് അല്ലെ. വി ക്യാൻ ഹോൾഡ് എനി ഒബ്ജക്ട് ഇൻ അവർ ഹാൻഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ. വി ക്യാൻ വാക്ക് ഓൺ ദ റോഡ്, ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ഫ്രിക്ഷൻ. റൈറ്റിംഗ് ഈസിലി വിത്ത് പെൻ ആൻഡ് പേപ്പർ, ഇറ്റ് ഇസ് ഓൾസോ നമ്മൾ ഫ്രിക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. ആൻഡ് ഓൾസോ നമുക്കറിയാം ഒരു കാറ് പോകുന്നു, ആ കാറ് റോഡിലൂടെ പോകുമ്പോൾ അവിടെ ഫ്രിക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ ഇത്തരം സാഹചര്യത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഫ്രിക്ഷൻ ആവശ്യമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഫ്രിക്ഷൻ wears out of the surface rubbing with each other like screws and gears in machines or saws or shoes. To overcome friction, an excess amount of effort has to be given to operating a machine. This leads to wastage of energy. ഓക്കെ അല്ലെ. പക്ഷെ പല സാഹചര്യത്തിലും എന്ത് തന്നെയാണ്, ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് തലവേദനയാണ്. കാരണം ഫ്രിക്ഷൻ കാരണം നമുക്ക് പ്രോപ്പർ ആയിട്ട് പല മെഷീൻസും വർക്ക് ചെയ്യത്തില്ല. ഓക്കെ. സോ ഡെഫിനറ്റ്ലി അവിടെ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഒരു എക്സ്ട്രാ എഫേർട്ട് നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ടി വരുവാണ്. സോ ഡെഫിനറ്റ്ലി അവിടെ വരുന്നത് എന്താണ്, അവിടെ നമുക്ക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് എക്സ്ട്രാ പണി എടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ബുദ്ധിമുട്ടാണ്. പക്ഷേ പല സാഹചര്യത്തിൽ നമുക്ക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ നമുക്ക് വാക്കിംഗ് പോലും എളുപ്പമല്ല അല്ലടാ. യെസ്. Next, it is assumed that centripetal force depends on mass of the object rotated, its velocity and radius of rotation. Using dimensions, find the formula for the centripetal force ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ സിമ്പിൾ ആയിട്ട് ഞാൻ പറയുവാണ്, ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഇവർ തന്നിട്ടുള്ള ഡാറ്റ അനുസരിച്ചിട്ട് ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആക്സൽ മാസിന് നമുക്ക് ഇക്വേഷൻ അറിയാം. ഡെഫിനറ്റ്ലി നമുക്ക് ഇക്വേഷൻ അറിയാം. പക്ഷെ നമ്മുടെ പറഞ്ഞിട്ടുള്ളത് ഡയമെൻഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ 0 ലെവലിൽ തുടങ്ങുവാണ്. ഇവിടെ തന്നിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് നമ്മൾ തുടങ്ങുവാണ്. എഫ് സി ഇസ് പ്രൊപ്പോർഷണൽ ടു എം റേസ് ടു എ. കാരണം നമുക്ക് അറിയത്തില്ല എമ്മിനെ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അറിയത്തില്ല. ഇനി അടുത്തത് വെലോസിറ്റി. സോ വെലോസിറ്റിക്ക് ഞാൻ ബി എന്ന് കൊടുത്തു. റേഡിയസ് അതിന് ഞാൻ എന്ത് കൊടുത്തു, സി എന്നും കൊടുത്തു കേട്ടോ. അപ്പം ഇതാണ് എന്റെ റിലേഷൻ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുവാണ്, ഞാൻ ഇതിനെ ഇക്വേറ്റ് ചെയ്യുവാണ്, ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുവാണ്. വി റേസ് ടു ബി ആർ റേസ് ടു സി. ക്ലിയർ അല്ലേടാ. സോ ദിസ് ഇസ് മൈ ഇക്വേഷൻ നമ്പർ 1, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ഇനി അടുത്തത് എന്താണ്, യെസ് നമുക്ക് ഡയമെൻഷൻ. ഓക്കെ. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്തായിരുന്നു, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എന്താണ്, m raised to -1, l raised to -1, t raised to -2. This is equation number 3. ഓക്കെ അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം k m raised to a, v raised to b, r raised to c ഇതിന്റെ ഡയമെൻഷനും m raised to 1, l raised to 1, t raised to -2 എന്ന് പറയുന്നത് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം അല്ലടാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കേടാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ k into m raised to a, v ക്ക് ഞാൻ എന്ത് കൊടുക്കാം, v ന്റെ എനിക്കറിയാം l t raised to -1 ആ. സോ ഞാൻ കൊടുത്തു l t raised to -1 all raised to b r raised to c. ഓക്കെ അല്ലെ. വിച്ച് ഇസ് ഈക്വൽ ടു അഗെയിൻ m raised to 1, l raised to 1, t raised to -2. ഇനി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം അല്ലെ. ഇനി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കമ്പയർ ചെയ്യുമ്പോൾ അതായത് ഇതാണ് എന്റെ ഇക്വേഷൻ നമ്പർ 4 എങ്കിൽ ഞാൻ കമ്പയർ ചെയ്യുവാണ്. സോ എമ്മിന് ഇവിടെ a നോക്കുവാണെങ്കിൽ 1 ആണ് അല്ലെ, 1 ആണ്. ഇനി ഞാൻ ഇവിടെ എല്ലിന് നോക്കുവാണെന്നുണ്ടെങ്കിൽ l raised to b ആണ് ശരിക്കും അല്ലെ, l raised to b ആണ് വരുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു ഇക്വേഷനെ തന്നെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യുവാണ്. k raised to m raised to a, l raised to b, t raised to -b, r raised to c. ഓക്കെ അല്ലെ. വിച്ച് ഇസ് ഈക്വൽ ടു എന്താടാ,
എം റേസ് ടു 1 എൽ റേസ് ടു 1 ടി റേസ് ടു -2. ഇപ്പൊ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും നമുക്ക്. ഓക്കെ അല്ലെ? എമ്മിന് 1 ആണ് ആൻഡ് എല്ലിന് ബി ആണ് വരുന്നത്. ഇവിടെ ആണെങ്കിലോടാ ഇവിടെ വരുന്നത് 1 ആണ് അല്ലെ? ആൻഡ് ഓഫ് കോഴ്സ് നമുക്കറിയാം ഈ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്, ഒരു ലെങ്ത് തന്നെയാണ് അല്ലെ? ലെങ്ത് തന്നെയാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ എന്ത് വരും, ലെങ്ത്തിന്റെ ഡയമെൻഷൻ ആയിട്ട് എനിക്ക് എന്തൊക്കെയാ വരിക, യെസ് ബി എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു ബി പ്ലസ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 1 ആയിരിക്കും അല്ലെ? കാരണം എന്താണ്, എല്ലിന് ഇവിടെ 2 ഡയമെൻഷൻ വരുന്നുണ്ട് അല്ലെ? എൽ റേസ് ടു ബിയും എൽ റേസ് ടു സിയും. ദാറ്റ് മീൻസ് എൽ റേസ് ടു ബി പ്ലസ് സി. ഇവിടെ എല്ലിന് കിടക്കുന്നത് 1 ആണ്. സോ ബി പ്ലസ് സി വിച്ച് ഇസ് ഈക്വൽ ടു 1 കിട്ടും. ഇനി അടുത്ത താരം കിടക്കുന്നത് ടൈം ബി ആണ് അല്ലെ? ടൈം ആണ്. ടൈമിന് ടി റേസ് ടു -b ആണ്. ഇവിടെ നമുക്കറിയാം എന്താണ്, ടി റേസ് ടു -2 ആണ്. സോ ഈസിലി നമുക്ക് പറയാം ബി ഈക്വൽ ടു 2 എന്ന് പറയാനായിട്ട് പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ്, യെസ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയത് ബി പ്ലസ് സി 1 ആണ്. സോ ഡെഫിനറ്റ്ലി സി വിൽ ബി ഈക്വൽ ടു 1 -2. കാരണം ബി ന്റെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് -1. സോ ഞാൻ എഴുതുവാണ് എന്താണ്, കെ റേസ് ടു എം റേസ് ടു 1 ആൻഡ് എൽ റേസ് ടു ബി അല്ലേ? എൽ റേസ് ടു ബി ആണ്. സോ എൽ റേസ് ടു ബി വിൽ ബി 2. ഓക്കെ, എൽ റേസ് ടു 2 ആണ് വരുന്നത്. ആൻഡ് ദെൻ നമ്മുടെ ടി റേസ് ടു സി ആണ് അല്ലെ? ടി റേസ് ടു സി ആണ്. സോ യെസ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്താണ്, -1 ആണ്. ഓക്കെ അല്ലെ? സോ ഇതിൽ നിന്ന് എനിക്ക് എന്ത് മനസ്സിലാവും, എന്ത് മനസ്സിലാവും, യെസ് ദ ഇക്വേഷൻ വിൽ ബി ലൈക്ക് എന്താണ്, യെസ് എം എൽ ടി റേസ് ടു -1. ഓക്കെ, എൽ സ്ക്വയർ ടി റേസ് ടു -1. സോ എൽ ടി റേസ് ടു -1 ഇസ് വി ആണ്. ആൻഡ് ദെൻ എന്താണ്, നമുക്കൊരു എൽ ഇൻവേഴ്സ് അതായത് ആർ -1 വരും. സോ ദാറ്റ് വിൽ ബി ദിസ് വൺ. ക്ലിയർ അല്ലേ? യെസ്. സോ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, എം വി സ്ക്വയർ ബൈ ആർ എന്നുള്ള ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്തു. ക്ലിയർ അല്ലടാ? ഒന്നുമില്ല, ഫസ്റ്റ് സെൻട്രിപെറ്റൽ ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അറിയാത്ത ഡയമെൻഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ എ ബി സി കൊടുത്ത് വെച്ചു. ഓക്കെ അല്ലേ? അവിടെ വരുന്ന എല്ലാ ടേംസും നമുക്ക് തന്നിട്ടുണ്ട്. മാസ്, വെലോസിറ്റി, റേഡിയസ് ഇതിലൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മളൊരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എം റേസ് ടു 1 എൽ റേസ് ടു 1 ടി റേസ് ടു -2 ആണ്. സോ ഇതും കമ്പയർ ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് ടാസ്ക്. അതിൽ ഞാൻ എന്ത് ചെയ്യുവാണ്, ഇവിടെ എനിക്ക് അറിയാം എം വെലോസിറ്റി ഉണ്ട്. വെലോസിറ്റിക്ക് എനിക്ക് എന്ത് പറയാം, എൽ ടി റേസ് ടു -1 പറയാം. ആൻഡ് ഈ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെയാണ്, എൽ തന്നെയാണ് അല്ലെ? ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലെങ്ത് ആണ്. റേഡിയസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഒരു ലെങ്ത് ആണ്. സോ എനിക്ക് അത് അവിടെയും കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ കെ എം റേസ് ടു എ എൽ റേസ് ടു ബി ആൻഡ് ഓൾസോ ഹിയർ ഓൾസോ എൽ റേസ് ടു സി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഇത് എന്തായിട്ട് വരും, കെ എം റേസ് ടു എ എൽ റേസ് ടു ബി പ്ലസ് സി ടി റേസ് ടു -b എന്ന് വരും. ഇനി ഈ ഇക്വേഷനും ഈ ഇക്വേഷനും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എക്ക് കിട്ടും 1 ആണെന്ന് കിട്ടും ആൻഡ് ബി പ്ലസ് സി 1 ആണെന്ന് എനിക്ക് കിട്ടും. സോ ബി പ്ലസ് സി 1 എന്ന് കിട്ടും. -b is equal to -2 ആണ്. സോ എനിക്ക് കിട്ടി b is equal to 2 ആൻഡ് b is equal to 2 കിട്ടിയ സ്ഥിതിക്ക് ഞാൻ ഇവിടെ b ക്ക് 2 അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, c is equal to -1 എന്നും കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഗൈൻ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുവാണ്, ഇവിടെ നമ്മൾ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്ക് നമ്മൾ 1 കൊടുത്തു ആൻഡ് നമ്മൾ എന്ത് ചെയ്യുവാണ്, യെസ് നമ്മുടെ വിക്ക് നമ്മൾ എന്താണ്, ബി ആണ്. ബി എന്താണ് വരുന്നത്, ബി എന്താ വരുന്നത്, ബി എസ് 2 ആണ്. ആൻഡ് ദെൻ ആരാടാ വരുന്നത്, ആർ ആണ് വരുന്നത്. ആറിന് എന്താണ്, സി ആണ്. സിക്ക് എന്താ വരിക, സി is nothing but -1. സോ നമുക്ക് കിട്ടും എന്താണ്, എം വി സ്ക്വയർ ബൈ ആർ എന്ന ഇക്വേഷൻ കിട്ടും. ഓക്കെ അല്ലെ? ഇവിടെ നിന്ന് നമുക്ക് കമ്പയർ ചെയ്ത് എന്താണോ കിട്ടിയത് അത് 2 ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഇവിടെ നമുക്ക് കമ്പയർ ചെയ്ത് കിട്ടിയ വാല്യൂസ്, അതായത് എ is equal to 1, ബി is equal to 2 ആൻഡ് സി is equal to -1. ഓക്കെ അല്ലെ? ഇത്രയും ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷൻ 2 നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ ടെലഗ്രാമിൽ നിങ്ങൾക്ക് വീഡിയോ സൊല്യൂഷൻ അയച്ചിടാം കേട്ടോ. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ചെറുതായിട്ടൊന്ന് നമുക്ക് എവിടേക്കോ ഒന്ന് പിരി വെട്ടിയ പോലെ തോന്നും, പക്ഷെ പിരിയൊന്നും വെട്ടിയിട്ടില്ല കേട്ടോ. സെറ്റ് ആണ് കേട്ടോ. ഇനി അടുത്തത്, സ്റ്റോൺ ഇസ് ഡ്രോപ്ഡ് ഫ്രം ദി ടോപ്പ് ഓഫ് ദി ടവർ. ഓക്കെ, ഒരു ടവറിന്റെ മുകളിൽ നിന്ന് ഒരു കല്ല് താഴത്തേക്ക് ഇട്ടാണ്. ഇറ്റ് റീച്ചസ് ദി ഗ്രൗണ്ട് ഇൻ 3 seconds. 3 സെക്കൻഡിനുള്ളിൽ എന്താണ്, അത് താഴത്തോട്ട് എത്തുവാണ് കേട്ടോ. നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ്, മേക്ക് എ ടേബിൾ ഓഫ് ടൈം വെലോസിറ്റി ഓഫ് സ്റ്റോൺ ടൈം 0 സെക്കൻഡ് 1 സെക്കൻഡ് 2 സെക്കൻഡ് ആൻഡ് 3 സെക്കൻഡ് അത് തന്നിരിക്കുകയാണ്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താണ്, v is equal to u plus at അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ v എന്ന് പറയുന്നത്, ഓക്കെ, v എന്ന് പറയുന്നതിന് ഞാൻ കൊടുത്തു എന്താണ് നമ്മുടെ v കണ്ടുപിടിക്കണം നമുക്ക്. സോ ഡെഫിനറ്റ്ലി യുവിന്റെ വാല്യൂ 0 ആണ് അല്ലെ? ഫസ്റ്റ് കേസിൽ 0 ആണ്. പ്ലസ് at. ഓക്കെ, at എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 10 into 1. ഓക്കെ അല്ലെ? സോ നമുക്ക് കിട്ടും എന്താണ്, 10 seconds എന്ന് കിട്ടും. അടുത്തത് നമ്മൾ 10 meter per second എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ അഗെയിൻ നമ്മൾ 2 സെക്കൻഡ് വെച്ച് ചെയ്യുന്നു, 3 സെക്കൻഡ് വെച്ച് ചെയ്യുന്നു. ഓക്കെ അല്ലടാ? ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്തത്, ഓക്കെ, ഇനി 0 ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി 0 ആയിട്ട് പോകും. ഫസ്റ്റത്തെ കേസ് 0 ആയിട്ട് പോകും. 1 വരുമ്പോൾ 10 വരും. ഇനി അടുത്ത എന്താണ്, അടുത്തത് 2 സെക്കൻഡ് ആണ്. സോ ഇവിടെ 1 കിടക്കുന്നത് 2 വരും. സോ 20 സെക്കൻഡ്. അടുത്തതിൽ എന്താണ്, 3 സെക്കൻഡ് വരും. സോ 30 seconds കേട്ടോ. ഇനി ഇതേ സെയിം സാധനം എന്ത് ചെയ്യണം, നമ്മൾ ഒരു ഗ്രാഫിൽ എടുത്ത് വരയ്ക്കുക. അതായത് ഫസ്റ്റ് ടി 0 ആയിരിക്കുന്ന സമയത്ത് വെലോസിറ്റിയും 0. അടുത്തത് എന്താണ്, ടി 1 ആയിരിക്കുന്ന സമയത്ത്, ഓക്കെ, ദിസ് ഇസ് 1 ആൻഡ് ദിസ് ഇസ് 2 എന്ന് വിചാരിക്കും. ഓക്കെ, 1 ആയിരിക്കുന്ന സമയത്ത് ഇതിന്റെ വാല്യൂ എത്രയാണ്, 10 ആണ്. ഓക്കെ അല്ലേ? സോ ദിസ് ഇസ് 10 ആൻഡ് ദിസ് ഇസ് 20. ഓക്കെ, സോ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തു.
ഓക്കെ അല്ലടാ, മാർക്ക് ചെയ്തു, നമുക്കൊരു വാല്യൂ കിട്ടി. നെക്സ്റ്റ് ടൂവിന്റെ വാല്യൂ മാർക്ക് ചെയ്തു. 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 20 ആണ്, ആൻഡ് 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട്. ആൻഡ് ഈ ഒരു ലൈൻസ് അല്ലെങ്കിൽ ഈ പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്തതാണ്, നമ്മൾ ജസ്റ്റ് കൂട്ടി വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ കിട്ടും. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് എന്താണ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് കേട്ടോ. ഫ്രം ദി ഗ്രാഫ് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ. എഗെയിൻ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. യെസ്, എന്ത് ചെയ്താൽ മതി, യെസ് നമുക്ക് ഇവിടെ അറിയാം ഹാഫ് BH കണ്ടുപിടിച്ചാൽ മതി അല്ലെ. ഹാഫ് BH കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, യെസ് ഇതിന്റെ ഹൈറ്റ് കിട്ടും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലടാ. യെസ്, അപ്പൊ അത് 4 മാർക്ക് പിന്നെയും നമ്മുടെ കൈകളിൽ സുരക്ഷിതം. ഡിറൈവ് ദ ഫോർമുല ഫോർ ദി ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ യൂസിംഗ് ഒബ്റ്റൈൻഡ്. ഓൾറെഡി നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ അല്ലേ, ഓൾറെഡി നമ്മൾ ചെയ്തു കഴിഞ്ഞതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി കാണും. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ആൻഡ് ഇതിന് ന്യൂമറിക്കൽ എഗെയിൻ ഉണ്ട്. പക്ഷെ എഗെയിൻ അവിടെ ഒരു കൺസ്ട്രെയിൻ ഉള്ളത് 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് അധികം ടോപ്പിക്സ് ഇല്ലായിരുന്നു. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റിയ ഭാഗങ്ങൾ എന്ന് പറയുന്നത് അഫ്കോഴ്സ് ഇത് തന്നെയായിരുന്നു. അതോടെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത്. പക്ഷെ ഇത്തവണ 11 ചാപ്റ്റേഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഒരു 3 ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ഉണ്ടാവണമെന്നില്ല. ബട്ട് എന്നിരുന്നാലും മാൻഡേറ്ററി ആയിട്ട് 1-2 ക്വസ്റ്റ്യൻസ് ഒരു ന്യൂമറിക്കൽ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഈ ഒരു ഡെറിവേഷൻ ഓൾറെഡി ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളത് കൊണ്ട്, ഈ ഒരു സെഷനിൽ തന്നെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുവാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ഡിറൈവ് ദ ഫോർമുല ഫോർ ടൈം ഓഫ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ചെയ്തു. State Newton's second law of motion and arrive an expression for force. Again, F is equal to എന്താണ് Newton's second law എന്ന് പറയുന്നത്, rate of change of momentum which is equal to the force applied അല്ലേ. സോ rate of change of momentum എഴുതി F is equal to കിട്ടി. ഇനി അടുത്തത് നമ്മൾ P is equal to എന്താണെന്ന് പറയാം, P is equal to mv ആണെന്ന് അറിയാം. സോ നമ്മൾ എന്ത് ചെയ്യുകയാണ്, F is equal to d into mv അല്ലെ, സോറി d by dt of mv. അതിൽ m എന്ന് പറയുന്നതിന് മാറ്റമില്ല അല്ലെ. അപ്പം dv by dt വരും. ഈ dv by dt എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കുഞ്ഞിന് പറയാനുള്ള, that is nothing but acceleration. So hence proof. ഓക്കെ, ലോ സ്റ്റേറ്റ് ചെയ്യുക, ദെൻ എന്താ പറയാ, ഈ ഒരു കാര്യത്തിലോട്ട് എത്തിച്ചേരുക. ഓക്കെ അല്ലടാ. യെസ്, ഇനി അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്, റോഡ്സ് ആർ ബാങ്ക്ഡ് ഫോർ സേഫ്റ്റി ആൻഡ് മോർ സ്പീഡ്. വാട്ട് ഈസ് ബാങ്കിങ് ഓഫ് റോഡ്? ഒന്നുമില്ല, അതായത് നമുക്ക് സേഫ് ആയിട്ട് റോഡ്, ലെവൽ റോഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആണെങ്കിൽ, ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആണെങ്കിൽ സ്കിഡിങ്ങിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ ആക്സിഡന്റ്സിന്റെ നമ്പേഴ്സ് കൂടും. സോ ഫോർ ദാറ്റ് പർപ്പസ് സേഫ്റ്റി മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണെന്ന് പറയുന്നത് നമ്മുടെ ഈ ബാങ്ക്ഡ് റോഡ് എന്ന് പറയുന്നത്. അതിനൊന്നുമില്ല, അതിന്റെ ഇന്നർ എഡ്ജ് താഴത്തോട്ടും ഔട്ടർ എഡ്ജ് എന്തായിരിക്കും, കുറച്ച് മുകളിലോട്ടായിരിക്കും. സോ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യെസ് ആ ഒരു കർവിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ ഒരു സെറ്റപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ അല്ലെ. മേജർ ആയിട്ട് എന്തിനാണ് ബാങ്ക്ഡ് റോഡ്സ് കൊണ്ടുവരുന്നത്, സേഫ്റ്റി, ആക്സിഡന്റ്സ് കുറയ്ക്കാൻ വേണ്ടി, സ്കിഡിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ ബാങ്കിങ് ഓഫ് റോഡ്സ് is defined as the phenomenon in which the outer edge are raised for the curved roads above the inner edge to provide necessary centripetal force to the vehicles so that they can safe turn. Okay അല്ലേ. സോ ഇതാണ് ഇന്നർ എഡ്ജ് കുറച്ച് താഴ്ന്നിട്ടും ആൻഡ് ഔട്ടർ എഡ്ജ് കുറച്ചും കൂടെ പൊങ്ങിയിട്ടായിരിക്കും. നിങ്ങൾക്ക് ഈ കർവ്ഡ് റോഡ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. സോ ഡെഫിനറ്റ്ലി യു ഗൈസ് നോ. ഓക്കെ അല്ലടാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരെ താഴത്തോട്ട്, ഓക്കെ, ഇതാണ് നമ്മുടെ സർഫസ് വരുന്നത്. നേരെ താഴത്തോട്ട് ആര് ആക്ട് ചെയ്യും, mg ആക്ട് ചെയ്യും. ഓക്കെ അല്ലേ. ആൻഡ് ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട്, അല്ലെങ്കിൽ ഈ കാർ ആണെങ്കിൽ കാർ, ആ വെഹിക്കിളിന്റെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആരുണ്ട്, നോർമൽ ഉണ്ട്. ഇനി എന്താണ് നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്, ഇതിന് കമ്പോണൻസ് ആക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതിന് എന്ത് ചെയ്തു, എന്നിന് ഞാൻ നോർമലിന് ഞാൻ കമ്പോണൻസ് ആക്കി. എനിക്ക് n cos തീറ്റയും കിട്ടി, n sin തീറ്റയും കിട്ടി. ഓക്കെ അല്ലേ. n cos തീറ്റ, n sin തീറ്റ എനിക്ക് കിട്ടി. ഇനി അതേപോലെ തന്നെ നമുക്കറിയാം ഈ സർഫസിന് പാരലൽ ആയിട്ട് ആര് വരുന്നുണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നുണ്ട് അല്ലെ. ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പം അതിനെയും ഞാൻ കമ്പോണൻസ് ആക്കി. ഓക്കെ അല്ലെ. കമ്പോണൻസ് ആക്കിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി, f sin തീറ്റയും കിട്ടി, f cos തീറ്റയും കിട്ടി. ഓക്കെ അല്ലെ. f sin തീറ്റ ആൻഡ് f cos തീറ്റ കിട്ടി. ക്ലിയർ അല്ലേ. സോ ആ ഒരു സ്ട്രക്ചർ ആണ്, ആ ഫ്രീ ബോഡി ഡയഗ്രാം ആണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ അല്ലടാ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, യെസ് ഇങ്ങനെ ഈ ഒരു ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ ഒരു ബാങ്ക്ഡ് റോഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എത്രത്തോളം സ്പീഡിൽ എനിക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും, അതാണ് എന്റെ അടുത്ത കൺസേൺ. സോ ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യെസ് നമുക്കറിയാം ഇവിടെയാണെന്നുണ്ടെങ്കിൽ n cos തീറ്റ which is equal to f sin തീറ്റ plus mg ആണ് അല്ലെ. n cos തീറ്റ മുകളിലോട്ട് ആക്ട് ചെയ്യുമ്പോൾ f sin തീറ്റയും mgയും എന്താണ് ചെയ്യുന്നത്, താഴത്തോട്ട് ആക്ട് ചെയ്യുന്നു. അഗൈൻ ഇപ്പുറത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, f cos തീറ്റയും n sin തീറ്റയും ആണ്. ഓക്കെ അല്ലെ. ഇത് രണ്ടിന്റെയും സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ഇവിടെ കാണുന്നത് കേട്ടോ. n is equal to mg and നമ്മൾ ഈ ഒരു റിലേഷനിലോട്ട് എത്തി. ആൻഡ് ഫൈനലി we will get fs is equal to fs by n which is equal to v square by rg എന്ന് കിട്ടുവാണ്. ഓക്കെ അല്ലടാ. ആൻഡ് ഡെഫിനറ്റ്ലി ഇത് നമുക്ക് എന്താ പറയാ, നമുക്ക് സേഫസ്റ്റ് സ്പീഡ് ഇൻ ലെവൽ റോഡ്സ് ആണ്. ഇനി കുറച്ചും കൂടെ നമുക്ക് എന്താ പറയാ, ഈ പറയുന്ന പോലെ ബാങ്ക് റോഡ്സിലോട്ട് പോകുമ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം, യെസ് നമ്മൾ നേരത്തെ പറഞ്ഞ റിലേഷൻ ആണ്. ഓക്കെ, നമ്മൾ ആ പറഞ്ഞ റിലേഷൻ ആണ്. നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, യെസ് n sin തീറ്റ പ്ലസ് f cos തീറ്റ ആണ്. അത് നമ്മൾ എഴുതി. ആൻഡ് ഓൾസോ നമ്മൾ പറഞ്ഞു mg പ്ലസ് f sin തീറ്റ അല്ലെ, mg പ്ലസ് f sin തീറ്റ.
Okay, mg plus f sin theta which is equal to n cos theta ആണ്. So ഇത്രയും റിലേഷൻ നമ്മൾ എഴുതി വെച്ചു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ 2/1 കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ അല്ലെ, 2/1 that is nothing but എന്താടാ, yes, mg divide mg plus f sin theta, okay, divided by n sin theta plus f cos theta which is equal to mv square, sorry, n cos theta, n cos theta divided by mv square divided by r. ഇനി എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ഹോൾ ഇക്വേഷന് നമ്മൾ എന്ത് ചെയ്യുവാണ്, n cos theta വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി നമുക്ക് കിട്ടും എന്താണ്, tan theta plus mu divided by 1 plus mu tan theta which is equal to എന്താണ്, v square by rg എന്നുള്ള റിലേഷൻ കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, v ന്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ, ആൻഡ് ദാറ്റ് വിൽ ബി എന്താണ്, റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ എന്ന് വരും കേട്ടോ. ഓക്കെ അല്ലടാ, ക്ലിയർ അല്ലേ? യെസ്. അപ്പം ഈ റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ ആണ് നമ്മുടെ ഇത് വരുന്നത്, വെലോസിറ്റി വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത് ഓക്കെ മാക്സിമം സ്പേസ് സ്പീഡ് നമ്മൾ പറഞ്ഞു, നമ്മുടെ ഡയഗ്രാം നമ്മൾ വരച്ചു. ഇഫ് ദ ബാങ്കിങ് ആംഗിൾ ഇസ് 5 ഡിഗ്രി, ദ റേഡിയസ് ഓഫ് കർവ് ഇസ് 20 മീറ്റർ, വാട്ട് ഇസ് ദ മാക്സിമം സേഫസ്റ്റ് സ്പീഡ്? യെസ്, ആർ ജി ടാൻ തീറ്റ അല്ലേ. ടാൻ തീറ്റന്റെ വാല്യൂ എന്താ, ടാൻ തീറ്റ which is equal to tan 5 degree. ഓക്കെ, ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 20 മീറ്റർ. ഓക്കെ അല്ലേ, ആൻഡ് ജിന്റെ വാല്യൂ നമുക്കറിയാം 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടത്തില്ലടാ. അഗൈൻ 5 മാർക്സ് സേഫ് ഹാൻഡ്സ് ആയി കേട്ടോ. ഇനി അടുത്തത്, 2 വെക്ടേഴ്സ് എ ആൻഡ് ബി ആർ അറ്റ് an angle theta. ഷോ ദം ആൻഡ് their resultant in a diagram എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സോ നമുക്ക് നോക്കിയോ. സോ നമുക്കറിയാം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, യെസ്, നമ്മൾ രണ്ട് വെക്ടേഴ്സിന്റെയും ഇനീഷ്യൽ പോയിന്റ് ഒരു കോമൺ പോയിന്റ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ വരച്ചു. ദെൻ ആ കോമൺ പോയിന്റിൽ നിന്നും വരയ്ക്കുന്ന ഡയഗണൽ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, യെസ്, നമ്മൾ ഇതൊരു പാരലോഗ്രാം ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡയഗണൽ ആയിരിക്കും അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് വാല്യൂ വിൽ ബി ഈക്വൽ ടു, ഓക്കെ അല്ലേ, ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫൈൻഡ് ദ ഇക്വേഷൻ ഫോർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദാറ്റ് വിൽ ബി റൂട്ട് ഓഫ് a square plus b square into 2a, sorry, yes, plus 2ab cos theta എന്ന് വരും. ഓക്കെ അല്ലടാ, യെസ്. ഇനി അടുത്തത് obtain experiment that helps in finding the direction of the resultant. Okay, again നമ്മൾ സെയിം ഇതിലോട്ട് തന്നെയാണ് വരുന്നത്. So that will be nothing but tan theta. ഓക്കെ, ടാൻ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഇവിടെ നമ്മൾ തീറ്റ കാണുമ്പോൾ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് വരും. സോ ഹിയർ ഇറ്റ് വിൽ ബി എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ, അതെങ്ങനെയാണ് വരുന്നത്, യെസ്, നമുക്ക് നമ്മുടെ പാരലോഗ്രാം ലോ അറിയാം അല്ലേ. സോ എക്സാക്ട്ലി അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ പറയാം. ഞാൻ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. കാരണം അത് അത്രയും ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ആൻഡ് അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം തോന്നുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുള്ള കുട്ടികളാണ്. സോ ഡെഫിനറ്റ്ലി ആ ഒരു ടൈം തൊട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. സോ അത് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു കേസ് എന്ന് പറയുന്നത് രണ്ട് വെക്ടേഴ്സും സെയിം ആണെന്നുള്ള ഒരു കൺസിഡറേഷനിലാണ് കേട്ടോ. രണ്ടും സെയിം ആണെന്നുള്ള കൺസിഡറേഷനിലാണ്. സോ ഈ ഒരു ക്വസ്റ്റനിൽ നമുക്ക് എ ആൻഡ് ബി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. സോ നമ്മൾ എയും ബിയും ഡിഫറെന്റ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. യെസ്. So next one is study the given velocity time graph and answer the following questions. Find the time interval when no force is acting on the object. No force എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ എന്താണ്, യെസ്, no force എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആക്സലറേഷൻ എന്തായിരിക്കും എടാ, യെസ്, ഇറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ് വാല്യൂ, അല്ലെങ്കിൽ ആക്സലറേഷൻ അവിടെ ഉണ്ടാവത്തില്ല അല്ലെ. ഫോഴ്സ് സീറോ ആണെങ്കിൽ, ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ അവിടുത്തെ ആക്സലറേഷന്റെ വാല്യൂ സീറോ ആണ്. സോ ഹിയർ വി ക്യാൻ സീ ദാറ്റ് ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെ എന്താണ്, യെസ്, ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല, അങ്ങനെ അവിടുത്തെ ആക്സലറേഷൻ സീറോ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ദ റേഞ്ച് വിൽ ബി ഫ്രം 10th second to 30th second. Find the acceleration of the object in the first 10 second. എന്ത് ചെയ്താൽ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. കാരണം എന്താണ്, ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. സോ ഇതിന്റെ സ്ലോപ്പ് എന്ത് തരും നമുക്ക്, യെസ്, നമുക്ക് ഇതിന്റെ ആക്സലറേഷൻ തരും. വാട്ട് ഇസ് ദ ആക്സലറേഷൻ ഓഫ് ദ ഒബ്ജക്ട് അറ്റ് 20th second? 20th സെക്കൻഡിലാണ് ചോദിച്ചത്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് സീറോ. അഗെയിൻ നമ്മൾ പറഞ്ഞല്ലേ അവിടെ ഫോഴ്സ് സീറോ ആണ് അല്ലേ. ദാറ്റ് മീൻസ് അവിടെ എന്താണ്, എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. സോ ഡെഫിനറ്റ്ലി എം സീറോ ആവത്തില്ല. സോ എഫ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ വിൽ ബി ഈക്വൽ ടു സീറോ. ഓക്കെ, സോ ദാറ്റ് ഇസ് സീറോ. ഓക്കെ അല്ലടാ. ഇനി അടുത്തത് ഫൈൻഡ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ഒബ്ജക്ട്. എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എത്രത്തോളം ഇത് ട്രാവൽ ചെയ്തു എന്നുള്ളതായിരിക്കും തരുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ, സോ ലെറ്റ്സ് സേ ദിസ് ഇസ് A1 ആൻഡ് ഈ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ ദാറ്റ് ഇസ് A2, അഗൈൻ ഈ ഒരു ഏരിയ ദാറ്റ് ഇസ് A3. സോ A1 പ്ലസ് A2 പ്ലസ് A3 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അത്രത്തോളം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ളത് കിട്ടും കേട്ടോ. വളരെ ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലടാ. ഇവിടെ ആണെങ്കിൽ ഹാഫ് ബി എച്ച് അല്ലെ, ഹാഫ് ബി എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് ഇൻറ്റു 10 സെക്കൻഡ് ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20. ഓക്കെ അല്ലേ, ദാറ്റ് ഇസ് A1. ഇനി A2 എന്തായിരിക്കും, A2 എന്ന് പറയുന്നത് റെക്ടാങ്കിൾ ആണ് അല്ലെ. സോ അതിന്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സോ 10 സെക്കൻഡ് ടു 30 സെക്കൻഡ്, ദാറ്റ് മീൻസ് 20 സെക്കൻഡ് ഇൻറ്റു ഈ ഒരു 20 മീറ്റർ പെർ സെക്കൻഡ് കേട്ടോ. ഇനി A3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗൈൻ ഹാഫ് ബി എച്ച് ആണ്. സോ ഹാഫ് ഇൻറ്റു ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗൈൻ ഇവിടെ 10 ആണ്. സോ ഇൻറ്റു 10
ഇൻറ്റു എന്താണ് എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 സെക്കൻഡ് ആണ്. ഇത് മൂന്നും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുള്ള കിട്ടും. ആൻഡ് അഗെയിൻ ദിസ് ക്വസ്റ്റൻ ഇസ് നമുക്ക് പഠിക്കാനില്ല, സിലബസിലില്ല. സോ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം? ഇതും നമുക്ക് ഒഴിവാക്കാം കേട്ടോ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 2022 ക്വസ്റ്റൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. സോ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് മനസ്സിലായി, എവിടെയെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഡെറിവേഷൻ മനസ്സിലായിട്ടില്ല, ഏതെങ്കിലും ഡെറിവേഷൻ എനിക്ക് അഡീഷണൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓൾറെഡി നമ്മൾ ആ ചാപ്റ്ററിൽ ചെയ്തിട്ടുള്ള വീഡിയോന്റെ ലിങ്കും ആ ഒരു പർട്ടിക്കുലർ ഡെറിവേഷൻ വരുന്ന ടൈമും ഞാൻ സ്പെസിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ കമന്റിൽ തരാം. ഇനി അതല്ല നിങ്ങൾക്ക് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. അതിന്റെ സൊല്യൂഷൻ ആയിട്ട് ഞാൻ ഇവിടെ വരും, ടെലഗ്രാമിൽ വരും. സോ ഇതുവരെയും ടെലഗ്രാം നിങ്ങൾ എന്താ പറയാ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ ടെലഗ്രാം ആണ്. ഓക്കെ അല്ലടാ? സോ യെസ്, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വേദാന്തുവിന്റെ ഡെയിലി വീക്ക് ക്വിസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. എവറി ഡേ നിങ്ങൾക്ക് നമ്മൾ എടുക്കുന്ന ചാപ്റ്റേഴ്സ് അനുസരിച്ചിട്ട്, ഇപ്പം നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം ആണ്, സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വെറൈറ്റി ഓഫ് ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പം കവർ ചെയ്യുന്ന എല്ലാ ചാപ്റ്റേഴ്സും റിലേറ്റഡ് ആയിട്ടുള്ള വീക്ക് ക്വിസ് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാനായിട്ട് പറ്റും. സോ ആ ഒരു വീക്ക് ക്വിസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ആൻഡ് അവിടെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അതും നിങ്ങൾക്ക് റിപ്ലൈ തരാനായിട്ട് പറ്റും. സോ ഈ എക്സാം ടൈമിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും അടിപൊളി സംഭവമാണ്. ഇനി അടുത്ത നമ്മുടെ ടെലഗ്രാം എന്ന് പറയുന്നത്, സോ നമ്മളിപ്പം ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിക്കോട്ടെ, നോട്ട്സ് ആയിക്കോട്ടെ, വീക്ക്ലി ക്വിസസ്, അതും നമുക്ക് എന്താ പറയുക നമ്മുടെ ടെലഗ്രാമിൽ ഉണ്ടായിരിക്കും. ലൈവ് സെഷൻസ് നമ്മൾ ടീച്ചേഴ്സ് എല്ലാവരും ലൈവ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും ടെലഗ്രാമിൽ. ആൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് അസൈൻമെന്റ്സും എല്ലാം നിങ്ങൾക്ക് എന്തുണ്ടാവും? നമ്മുടെ ടെലഗ്രാമിൽ ഉണ്ടായിരിക്കും. സോ ഇനി മുതൽ നമ്മൾ ടെലഗ്രാമിൽ ഭയങ്കര ആക്റ്റീവ്, ലൈക്ക് യൂട്യൂബ് പോലെ തന്നെ നമ്മൾ ടെലഗ്രാമിലും ആക്റ്റീവ് ആയിരിക്കും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് മക്കളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അത് വീക്ക് ക്വിസ് ആണെങ്കിലും ടെലഗ്രാം ആണെങ്കിലും നമ്മൾ ഇവിടെ ഇടുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും അത്രയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടാണ്, അത്രയും നിങ്ങൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. സോ വൺസ് അഗെയിൻ നിങ്ങൾക്ക് എക്സാം നല്ല എളുപ്പമാകട്ടെ, നല്ല രീതിയിൽ എഴുതാൻ പറ്റട്ടെ, ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിക്കാൻ പറ്റട്ടെ. സോ മക്കളെ സ്റ്റേ ട്യൂൺഡ് ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.